गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। यस्यान्तन्नादिमध्यं न हि करचरणं नाम गोत्रं न सूत्रं नो जातिर्नैव वर्णा न भवति पुरुषो नानपुंसं न च स्त्री नाकारं नैवकारं न हि जनिमरणं नास्ति पुण्यं न पापं तत्त्वं नो तत्त्वमेकं सहजसमरसं सद्गुरुं तं नमामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। मौनव्याख्या प्रकटितपरब्रह्मतत्त्वं युवानं वर्षिष्टान्तेव सदृशिगणैरावृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रमानन्दमूर्तिं स्वात्मा रामं मुदितवदनं दक्षिणामूर्तिमीडे। वेदान्तार्थविभासकाय यतये शान्ताय सन्न्यासिने नानावादिनगेन्द्रसङ्घभवये योगीन्द्रवन्द्याय च मोहध्वान्तदिवाकराय भगवत्पादाभिधां बिभ्रते तस्मै भाष्यकृते नमोऽस्तु सततं पूर्णाय बोधात्मने। अपार सच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनां सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयं करुणापूर्णसुधाब्धे कबलितघनविश्वरूप किरणावल्या अरुणाचलपरमात्मन् अरुणो भव चित्तकञ्जसुविकासाय त्वयि अरुणाचल सर्वं भूत्वा स्थित्वा प्रलीनमेतच्छित्रं हृद्यहमित्यात्मतया नृत्यसि भोस्ते वदन्ति हृदयं नाम अहमिति कुत आयातीत्यन्विष्यान्तः प्रविष्टयात्यमलधिया अवगम्य स्वं रूपं शाम्यत्यरुणाचलत्वयि नदीवाब्धौ त्यक्त्वा विषयं बाह्यं रुद्धप्राणेन रुद्धमनसान्तस्त्वां ध्यायन् पश्यति योगी दीधितिमरुणाचलत्वयि महीयं ते त्वय्यर्पितमनसा त्वां पश्यन् सर्वं तवाकृतितया सततं भजते अनन्यप्रीत्या स जयत्यरुणाचलत्वयि सुखे मग्नः। शोणप्रभं सोमकलावतंसं पाणिस्फुरत्पञ्चशरेक्षुचापं प्राणप्रियं नौमि पिनाकपाणेः कोणत्रयस्थं कुलदैवतं नः। हृदयकुहरमध्ये केवलं ब्रह्ममात्रं ह्यहमहमिति साक्षादात्मरूपेण भाति हृदि विषमनसा स्वं चिन्वता मज्जता वा पवनचलनरोधात् आत्मनिष्ठो भवत्वं। हरिः ओम्। സൃഷ്ടി ആരംഭം മുതൽ ഇന്നത്തെ ഈ ദിവസം വരെ വേദകാലം മാത്രമല്ല എല്ലാ കാലത്തിലും എല്ലാ മനുഷ്യരും ഏത് കോണിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും എവിടെ പോയാലും
എല്ലാ മനുഷ്യരും തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. അത് കിട്ടാതെ വരുമ്പോൾ ഏർപ്പെടുന്ന പ്രശ്നമാണ് മനുഷ്യർക്കുള്ള ഒരേ ഒരു പ്രശ്നം. വളരെ എളുപ്പമാണ്. ലോകത്തിൻ്റെ പ്രശ്നം എന്താണെന്നോ, ലോകസമാധാനത്തിന് വേണ്ടി മീറ്റിംഗ് ഒന്നും കൂടണ്ട. കാര്യം വളരെ എളുപ്പം. സൃഷ്ടി ആരംഭിച്ചത് മുതൽ ഇന്നത്തെ ഈ നിമിഷം വരെ ലോകത്തിൻ്റെ എവിടെ പോയാലും ഏതു കോണിലുമുള്ള മനുഷ്യർക്ക് വേണ്ടത് സുഖം. അത് കിട്ടാതാവുമ്പോൾ ഏർപ്പെടുന്നത് വിഷമം, ദുഃഖം. ഇതാണ് ആകപ്പാടെ ഉള്ള പ്രശ്നം. ഇത്രയേ ഉള്ളൂ. സുഖത്തിന് ഉള്ള അന്വേഷണമാണ് എല്ലാം. ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടി പുറത്ത് വീണ് കഴിഞ്ഞാൽ, കുഞ്ഞു പുറത്ത് വീണ് കഴിഞ്ഞാൽ ക്വാ 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 എന്ന് കരയും. ക്വാ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ എവിടെ എവിടെ എന്നാണ്. എവിടെ പോയി, എവിടെ എവിടെ അന്വേഷിക്കുന്നത്. എവിടെ എന്ന് വെച്ചാൽ സുഖത്തിനെയാണ് അന്വേഷിക്കുന്നത്. സുഖം എവിടെ പോയി, സുഖം എവിടെ എന്നാണ്. അതിനുശേഷം ആ കുട്ടിക്ക് അല്പം പാല് കൊടുത്താൽ തൽക്കാലത്തേക്ക് സുഖം കിട്ടിയിട്ട് ഉറങ്ങും. അവിടുന്ന് തൊട്ട് ഈ തൽക്കാലത്തേക്ക് ഉള്ള പരിഹാരം അന്വേഷിക്കാൻ തുടങ്ങും. തൽക്കാല പരിഹാരം. പാല് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും കരയും, പിന്നെയും പാല് കുടിക്കും. കുറച്ചുകൂടെ വലിപ്പം വെച്ചാൽ കളിപ്പാട്ടങ്ങളിലൊക്കെ ആയി സുഖം. കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വേണം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ കരയും. കിട്ടിയാലോ 2 ദിവസം സന്തോഷിക്കും, 3-ാമത്തെ ദിവസം വലിച്ചെറിയും. എന്നിട്ട് വേറെ എന്തെങ്കിലും വേണമെന്ന് പറയും. അങ്ങനെ കുട്ടിക്കാലത്ത് കുറേ സാധനങ്ങൾ മാറി മാറി ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ അതിനെ വലിച്ചെറിയും. പിന്നെ പുസ്തകം വേണമെന്നായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകണമെന്നായിരിക്കും, TV കാണണമെന്നായിരിക്കും. ഈ മൈക്കിൽ സുഖം പോരാ, അതുകൊണ്ട് സുഖം മൈക്ക് മാറ്റിയിരുന്നു. അപ്പോ ഇങ്ങനെ അന്വേഷിച്ച് സുഖത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ്. സദാ അന്വേഷണം അല്ലേ? അത് കഴിഞ്ഞാൽ കുറച്ച് വലുതായി ജോലിക്ക് വേണ്ടി തിരഞ്ഞു നടക്കും. ഒരു ജോലി കിട്ടിയാൽ കുറച്ച് ദിവസം സന്തോഷം. അത് കഴിഞ്ഞാൽ അത് പോരാ, അതിനേക്കാളും വലിയ ജോലി കിട്ടണം. കമ്പാരിസൺ. എപ്പോഴും നമ്മളെ നോക്കുകയില്ലല്ലോ, മറ്റവളെ നോക്കിക്കൊണ്ടേയിരിക്കുള്ളൂ. മറ്റാളുകളെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവരെ കണ്ട് അതുപോലെ ജോലി വേണം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമം. ജോലി കിട്ടിയാൽ സന്തോഷം. കുറച്ച് കഴിഞ്ഞാലോ കല്യാണം കഴിക്കണം അല്ലേ? കല്യാണത്തിന് വേണ്ടി ഓടി നടക്കും. കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വിഷമം. ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വിഷമം. കല്യാണം കഴിഞ്ഞാലോ സന്തോഷം. എത്ര ദിവസത്തേക്ക്? കുറച്ച് ദിവസത്തേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഉണ്ടായില്ല എന്നൊരു വിഷമം. കുട്ടി ഉണ്ടായാൽ ആൺകുട്ടി ഉണ്ടായില്ല എന്ന് വിഷമം. ആൺകുട്ടിയാ ഉണ്ടായതെന്ന് വെച്ചാൽ പെൺകുട്ടി ഉണ്ടായില്ല എന്ന് വിഷമം. അത് കഴിഞ്ഞാൽ ആ കുട്ടിയെ വെച്ചുകൊണ്ടുള്ളതായി പിന്നെ നമ്മളുടെ മുഴുവൻ ജീവിതം. പക്ഷേ സദാ ജീവിതം മുഴുവൻ അന്വേഷണം. ഭാഗവതത്തില് വിതുരൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഹസ്തിനാപുരത്തിന്റെ മന്ത്രിയായിരുന്നു വിതുരൻ. അപ്പൊ അദ്ദേഹം രാജാക്കന്മാരുടെ ജീവിതമൊക്കെ കണ്ടിട്ടുണ്ട്. സാധാരണ ആളുകളുടെ ജീവിതം മാത്രമല്ല, വലിയ വലിയ ചക്രവർത്തികളുടെ ജീവിതം കണ്ടിട്ടുണ്ട്. സാധാരണ ആളുകൾ 10 റുപ്യ കൂലി വാങ്ങിക്കണ ആള് 50 റുപ്യ കൂലി വാങ്ങിക്കണ ആളെ കണ്ട് അസൂയപ്പെടും. പക്ഷേ വിതുരൻ ധനത്തിൽ കിടന്ന് തിമർക്കണ ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് തോന്നിയത്, ഇവരാരും ഒരിക്കലെങ്കിലും നെഞ്ചിൽ തൊട്ട് ഞാൻ സന്തോഷമായിട്ടിരിക്കണു, തൃപ്തിയായി, എൻ്റെ ജീവിതം ധന്യമായി എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ല.
അതാണ് അവസാനം ഒക്കെ വലിച്ചെറിഞ്ഞു. ഉപദേശിച്ചു മതിയായി, ഇവർക്കൊന്നും ബുദ്ധി വെക്കണില്ല. ഒക്കെ വലിച്ചെറിഞ്ഞ് ഇറങ്ങി നടന്നു ഒരു ദിവസം. അങ്ങനെ നടന്ന് ഹരിദ്വാരത്തിലെത്തി. ഹരിദ്വാരത്തിൽ മൈത്രേയ മഹർഷി, സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിഷ്യൻ, ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും ബ്രഹ്മതത്വം അറിഞ്ഞ ആളാണ് മൈത്രേയൻ. ബ്രഹ്മവിദ്യ അറിഞ്ഞ ആളാണ് മൈത്രേയൻ. മൈത്രേയ മഹർഷിയെ കണ്ടു. ദ്വാരിദ്വിനദ്യാഃ ഋഷഭക്കുരൂണാം മൈത്രേയം ആസീനം അഗാധബോധം ശത്തോപസൃത്യാച്യുതഭാവശുദ്ധഃ പപ്രച്ഛ സൗശീല്യ ഗുണാഭിതൃപ്തഃ. ഒരു ഗുരുവിനെ ഒരു ശിഷ്യൻ എങ്ങനെ സമീപിക്കണമോ ആ വിനയത്തോടുകൂടെ, ഭക്തിയോടുകൂടെ, സൗശീല്യ ഗുണം, നല്ല ശീലത്തോടുകൂടെ ചെന്ന് നമസ്കരിച്ച് മൈത്രേയ മഹർഷിയുടെ മുമ്പിൽ വിനയത്തോടെ നിന്നു. മൈത്രേയൻ ചോദിച്ചു, വിദുരരെ, അങ്ങക്ക് എന്താപ്പോ വിഷമമുള്ളത്? വിദുരൻ പറഞ്ഞു, മൈത്രേയ മഹർഷി, ഞാൻ ഹസ്തിനാപുരത്തില് മന്ത്രിയായിട്ടിരുന്നു. ലോകത്തിലുള്ളവർ മുഴുവൻ കൊതിക്കുന്ന ഒരു പദവി. ആ പദവിയിലിരുന്ന് എല്ലാ ചക്രവർത്തിമാരുടെയും ലൗകികന്മാരുടെയും വൈദികന്മാരുടെയും ഒക്കെ ജീവിതം കണ്ടു. ഇതൊക്കെ കണ്ടിട്ടും ഞാനും കുറേയൊക്കെ ഭക്തി സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ചു. പക്ഷെ പരിപൂർണമായൊരു തൃപ്തി, പരിപൂർണമായൊരു ശാന്തി, ധന്യത തോന്നിയില്ല. ആരെങ്കിലും അപ്പൊ ലോകത്തില് പൂർണ്ണമായ വസ്തുസത്യം, പരിപൂർണമായ ധന്യത നേടിയവരുണ്ടോ എന്ന് അന്വേഷിച്ചങ്ങടെ ഇറങ്ങി നടന്നതാണ്. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോ യമുനാ നദീ തീരത്തിൽ വെച്ച് ഉദ്ധവരെ കണ്ടു. ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രിയും സഖാവും ഭഗവാൻ തന്നെ പരമപ്രിയത്തോടുകൂടെ ഉദ്ധവരെ കരകയറ്റി വിട്ടു. ശ്രീകൃഷ്ണ ഭഗവാൻ ഭാഗവതത്തിൽ അവസാനം, ഞാനിപ്പോ ഭാഗവതം പറയുകയാണോ തോന്നും, ഭാഗവതവും ഗീതയും വലിയ വ്യത്യാസമൊന്നുമില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. ഉദ്ധവർക്ക് പരമാത്മതത്വം ഉപദേശിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ. എന്താന്ന് വെച്ചാൽ കൃഷ്ണൻ പോകുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു ഉദ്ധവര്. അവസാനം കൃഷ്ണഭഗവാൻ എന്നെ വിട്ടിട്ട് കൃഷ്ണൻ പോവുകയാണ്, വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞു. അങ്ങ് എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ എന്നെയും കൊണ്ടുപോകുമെന്ന്. അപ്പൊ ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു, ഉദ്ധവരെ, ഇങ്ങനെ കരയാനാണോ ജീവിതം മുഴുവൻ എൻ്റെ കൂടെ നടന്നത്? അവസാന സമയത്ത് കരയാനാണോ? മരിച്ചു പോകുന്ന ഒരു പൊരുളാണോ ഞാൻ? അങ്ങ് എൻ്റെ ഗുരുവാണ് എന്ന് ഉദ്ധവർ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഗുരു മരിക്കണ ഒരാളല്ല. ഗുരു മരിച്ചു പോകുന്ന ഒരു ഗുരുവാണെങ്കിൽ ആ ഗുരുവിനെ കൊണ്ട് എന്തു പ്രയോജനം? ഗുരു ഒരു വ്യക്തിയെ അല്ല, ഗുരു ആത്മതത്വമാണ്. തത്വത്തിന് ജനനം മരണമൊന്നുമില്ല. അങ്ങ് ഇത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ഉദ്ധവർക്ക് ആത്മതത്വം ഉപദേശിച്ചു. അത് ഉപദേശിച്ചതോടുകൂടെ ഉദ്ധവർക്ക് പരിപൂർണ തൃപ്തി ഉണ്ടായി. ഉള്ളു കുളിർന്നു. കൃഷ്ണനെ വിട്ട് പിരിയണമെന്നുള്ള ദുഃഖം പോയി. ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപമായിട്ട് കണ്ടു. നിറഞ്ഞു, ഉദ്ധവരുടെ ഹൃദയം നിറഞ്ഞു. അങ്ങനെയാണ് ഉദ്ധവര് ബദ്രീനാഥില് ചെന്ന് അളകാനന്ദയുടെ തീരത്തിലിരുന്ന് ധ്യാനം ചെയ്യാനായിട്ട് ഭഗവാൻ പറഞ്ഞു. അങ്ങനെയാണ് ഉദ്ധവര് നടന്നു വരുന്നത്. വഴിയിൽ വെച്ച് വിദുരരെ കണ്ടു. അപ്പൊ വിദുരർ പറഞ്ഞു, വിദുരരും ഉദ്ധവരും കൂടെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. കുറേ നേരം ആനന്ദം കൊണ്ട് കരഞ്ഞു. ഉദ്ധവരെ കണ്ടപ്പോൾ ഉദ്ധവരാകപ്പാടെ മാറിപ്പോയിരിക്കുന്നു. ആത്മാനുഭവത്തിന്റെ ലക്ഷണങ്ങളൊക്കെ ഉദ്ധവരുടെ രൂപത്തിൽ കാണുന്നു. കണ്ണുകള് പ്രകാശമാനമായിട്ടിരിക്കുന്നു. തേജസ് കൊണ്ട് ശരീരം ജ്വലിക്കുന്നു. ദൃഷ്ടി അന്തർമുഖമായിട്ടിരിക്കുന്നു. ഉദ്ധവരോട് ചോദിച്ചു വിദുരർ, അങ്ങേ കണ്ടാൽ ആകപ്പാടെ മാറിപ്പോയിരിക്കണം. ഈ പൂമ്പാറ്റയും പുഴുവും പോലെ. പൂമ്പാറ്റ ആവുന്നതിന് മുമ്പ് ആ പുഴു അതിങ്ങനെ പൂവിലിരുന്ന് ഇലയൊക്കെ തിന്നുകൊണ്ടിരിക്കും, വൃത്തികേടായിരിക്കും കാണാൻ. ആ പുഴുവാണ് പിന്നീട് പൂമ്പാറ്റ ആവണം, മനോഹരമായിട്ട് ചിത്രശലഭം ആവണം.
ആ ചിത്രശലഭത്തിനും പുഴുവിനും കണ്ടാൽ യാതൊരു സാദൃശ്യമില്ല. ആ പുഴു ചിത്രശലഭ ആവണ പോലെ അജ്ഞാനം നീങ്ങി ആത്മതത്വം പ്രകാശിക്കുമ്പോൾ ജീവൻ ഉള്ളില് ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ അല്ല, അഖണ്ഡാകാര സ്വരൂപമായ ബ്രഹ്മമാണ് എന്ന് നിരന്തരം അനുഭവിക്കുന്ന ആ ആനന്ദദശയിൽ ശരീരത്തിൻ്റെ ആകാരം പോലും മാറിപ്പോണം. അങ്ങനെ ഉദ്ധവരെ കണ്ടപ്പോൾ വിദുരർക്ക് ഒരു പരിപൂർണ നിർവൃത്തി ഉണ്ടായി. നിർവൃത്തി, അതാണ് വാക്ക്. നിർവൃത്തി എന്നുള്ള വാക്കിന് വേറൊരു ഭാഷയും വിവർത്തനം ചെയ്യാൻ പറ്റില്ല. നിർവൃത്തി ഉണ്ടായി, പരിപൂർണ തൃപ്തി, സന്തോഷം, ശാന്തി. അപ്പൊ ഉദ്ധവരോട് വിദുരർ പറഞ്ഞു, അങ്ങ് എന്താണോ ഭഗവാന്റെ അടുത്തുനിന്ന് കേട്ടത് അത് എനിക്ക് ഉപദേശിച്ചു തരൂ. എൻ്റെ ഉള്ളിൽ ചുട്ടു നീറുക, ശാന്തിക്കായിട്ട് നീറുകയാണ്. ലോകത്തിൽ എവിടെ നോക്കിയാലും എല്ലാവരുടെ ഉള്ളിലും അഗ്നിയാണ്. ആഗ്രഹത്തിൻ്റെ അഗ്നി, കാമത്തിൻ്റെ അഗ്നി, അസൂയയുടെ അഗ്നി, ദ്വേഷത്തിൻ്റെ അഗ്നി. അതൊന്ന് തണുപ്പിക്കണമെങ്കിൽ ജ്ഞാനമാവുന്ന ജലം ഒന്ന് തെളിക്കണം അവിടെ. അതുകൊണ്ട് എനിക്ക് ഉപദേശിച്ചു തരൂ എന്ന് ഉദ്ധവർ പറഞ്ഞപ്പോൾ, വിദുരർ പറഞ്ഞപ്പോൾ ഉദ്ധവർ പറഞ്ഞു, ലോകത്തിൽ 2 വിധത്തിൽ മഹാത്മാക്കളുണ്ട്. ചില ആളുകൾക്ക് ഉപദേശിക്കാനുള്ള പ്രാരബ്ധമൊന്നുമില്ല. ഭഗവാൻ ചിലരോട് പറയും, നിങ്ങൾ അറിഞ്ഞാൽ മതി, ഉപദേശിക്കൊന്നും വേണ്ട. അറിഞ്ഞ് ഏകാന്തത്തിൽ എവിടെയെങ്കിലും ഇരുന്ന് ഈ അറിഞ്ഞ വസ്തുവിനെ ധ്യാനിച്ച് നല്ലവണ്ണം സ്വായത്തമാക്കുക. ചിലരോട് ഭഗവാൻ പറയും, വെറുതെ ഇരിക്കരുത്, ഉപദേശിക്കാം, ലോകത്തിന് മുഴുവൻ ഇത് പറഞ്ഞ് പ്രകാശിപ്പിക്കണം എന്ന് ചിലരോട് പറയും. ലോകത്തിലെ ലൗകിക ദൃഷ്ടിയാ നമ്മൾ നോക്കിയാൽ എന്തു പറയും? ഈ പ്രചരിപ്പിക്കുന്ന ആളാണ് ഏറ്റവും നല്ല ആള്, അവരാണ് ലോകത്തിന് ഉപകാരം ചെയ്യണത്. ഏകാന്തത്തിൽ ഗുഹയിൽ പോയി ഇരിക്കുന്ന ആള് ലോകത്തിന് എന്ത് ഉപകാരം ചെയ്യണമെന്നൊരു ചോദ്യം ഉണ്ടാവും. പക്ഷേ 2 പേരും തുല്യമാണ്. 2 പേർക്കും യാതൊരു വ്യത്യാസമില്ല. ഇതറിഞ്ഞാൽ അയാൾ പ്രസംഗിച്ചാലും പ്രസംഗിച്ചിട്ടില്ലെങ്കിലും, അയാൾ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും അയാളിലൂടെ അത് ലോകത്തിന് മംഗളം ചെയ്തു. വാക്കുകളൊക്കെ വെറുതെ, അത്രയേ ഉള്ളൂ. വിവേകാനന്ദ സ്വാമി ജീവിതം മുഴുവൻ പെരുമ്പറ കൊട്ടണ പോലെ ലോകത്തിൽ മുഴുവൻ വേദാന്ത പ്രഭാഷണം ചെയ്ത് സ്വാമി വിവേകാനന്ദൻ അവസാന സമയത്ത് ഒന്ന് പറയുന്നുണ്ട്, ഞാൻ ഒരു വലിയ കാര്യം മനസ്സിലാക്കി. ഇതെൻ്റെ ഗുരുദേവൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്ന കാര്യമാണ്. ഒരാള് ആത്മസാക്ഷാത്കാരം നേടി ഒരു ഗുഹയിൽ ചെന്നിരുന്ന് കല്ലുകൊണ്ട് ഗുഹാദ്വാരം മൂടിയിട്ട് അതിനകത്തിരുന്ന് ആത്മധ്യാനത്തിൽ ശരീരം ഉപേക്ഷിച്ചാൽ അയാളുടെ അനുഭൂതി ആ പാറക്കല്ലുകളൊക്കെ ഭേദിച്ച് പുറത്തു വന്ന് ലോകത്തിന് മുഴുവൻ അനുഗ്രഹിക്കുന്നു. അയാൾ പുറത്ത് പ്രസംഗിക്കുകയോ പുറത്ത് പുസ്തകം എഴുതുകയോ പുറത്ത് പ്രചാരം ചെയ്യുകയോ ഒന്നും വേണ്ട. അപ്പൊ പ്രചാരം ചെയ്യണം പ്രസംഗിക്കണവരും ഒക്കെ 2ാം തരക്കാരാണോ? അപ്പൊ ശങ്കരാചാര്യസ്വാമി ചെയ്തതൊക്കെ 2ാം തരമാണോ എന്ന് വെച്ചാൽ, അവരങ്ങനെ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും രണ്ടും പൂർണ്ണമായി അവരിലൂടെ അത് പ്രചരിക്കും. പക്ഷേ ഭഗവാൻ 2 വിധത്തിൽ ആളുകളെ വെച്ചിരിക്കുന്നു. ഒരു പറ്റം ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, വേറെ ഒരു പറ്റം ആളുകളെ കൊണ്ട് ഏകാന്തത്തിൽ ഇരുത്തുന്നു. ഉദ്ധവർ പറഞ്ഞു, എന്നോട് ഭഗവാൻ പറഞ്ഞത് ഏകാന്തത്തിൽ ഇരിക്കാനാ, അളകാനന്ദയുടെ തീരത്തിൽ ചെന്നിരിക്കാം. പക്ഷെ അങ്ങയ്ക്ക് ഉപദേശിക്കാനായിട്ട് ഒരാളോട് ചട്ടം കെട്ടിയിട്ടുണ്ട്, ഹരിദ്വാരത്തിൽ മൈത്രേയ മഹർഷി. അപ്പോൾ മൈത്രേയൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കാം, മൈത്രേയൻ അങ്ങയ്ക്ക് ആത്മതത്വം ഉപദേശിക്കും. അങ്ങനെയാണ് വിദുരര് മൈത്രേയൻ്റെ അടുത്തേക്ക് വരുന്നത്. ഹരിദ്വാരത്തിൽ മൈത്രേയനോട് ചോദിച്ചു, ഭഗവാനെ എനിക്ക് പറഞ്ഞു തരുമോ? ഉദ്ധവര് പറഞ്ഞിട്ടാണ് ഞാൻ വരണത്. മൈത്രേയൻ ചോദിച്ചു, എന്താ അറിയേണ്ടത് അങ്ങയ്ക്ക്? എന്താ ഇപ്പം അങ്ങയുടെ വൈഷമ്യം, വിഷമം എന്താ? വിദുരർ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ധാരാളം ജനങ്ങളെ കണ്ടു. ലോകത്തില് എല്ലാവരും കർമ്മം ചെയ്യണം, പ്രവർത്തിക്കുന്നു, അനുസ്യൂതം പ്രവൃത്തി പ്രവൃത്തി പ്രവൃത്തി. ലോകം മുഴുവൻ നോക്കിയാൽ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. എല്ലാം ഇപ്പോൾ പ്രവൃത്തിയുടെ വക്താക്കളാണ്. പ്രവൃത്തിയുടെ വക്താക്കളായിട്ടുള്ളവരൊക്കെ ഈ ഒരു ശ്ലോകം ശ്രദ്ധിക്കേണ്ടതാണ്. കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണു. കരോതി കർമാണി. എന്തിനാ കർമ്മം ചെയ്യണം? സുഖായ കർമാണി കരോതി ലോകഃ. ലോകത്തിൽ എല്ലാവരും സുഖം കിട്ടണം എന്ന് വെച്ചാൽ അനുസ്യൂതം പ്രവർത്തിക്കണം.
എന്നാ സുഖം കിട്ടിയോ? സുഖം അങ്ങോട്ട് കിട്ടിയോ? പ്രവൃത്തിയുടെ ഒക്കെ നോക്കാം. സുഖം കിട്ടണം എന്ന് വെച്ച് പ്രവർത്തിക്കും, അവസാനം പ്രവൃത്തിയുടെ ഫലം എന്താ? സുഖം ഒട്ട് കിട്ടണമില്ല പൂർണ്ണമായിട്ട്, അല്പസ്വല്പമൊക്കെ കിട്ടും. എന്നിട്ട് ആ കർമ്മത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് പരിപാകമായിട്ട് ദുഃഖം ധാരാളം വരികയും ചെയ്യും. കർമ്മത്തിൻ്റെ സ്വഭാവമാണ്. നല്ല കർമ്മം ചീത്ത കർമ്മം എന്നൊന്നുമില്ല. ഏത് കർമ്മം ചെയ്താലും അതിൻ്റെ പുറകെ സുഖവും ദുഃഖവും വരും. അപ്പൊ എവിടെയാ പൂർണ്ണമായ ഒരു ഉപരമം, പൂർണ്ണമായ ഒരു തൃപ്തി, പൂർണ്ണമായ ഒരു ശാന്തി എങ്ങനെ കിട്ടും എന്നാണ് വിദുരൻ ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് മൈത്രേയ മഹർഷി പറയുന്ന ഭാഗവതമൊക്കെ. അപ്പോ ഈ ഒരു ചോദ്യം നമ്മളുടെ സകല പുരാണങ്ങളിലും ഭാരതത്തിലും ഉപനിഷത്തുകളിലും വേദകാലം മുതൽ ഉണ്ടത്. വേദങ്ങളിൽ മുതൽ സകല ഗ്രന്ഥങ്ങളും ഈ ഒരു ചോദ്യത്തോടെയാണ് ആരംഭിക്കുന്നത്. പരിപൂർണമായ സുഖം എവിടെ? പരിപൂർണമായ തൃപ്തി എവിടെ? പരിപൂർണമായ ശാന്തി എവിടെ? പെർഫെക്ഷൻ. നമ്മൾ ഇന്ന് പെർഫെക്ഷന് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞു, എക്സലൻസ്, പെർഫെക്ഷൻ. പക്ഷേ ഋഷികൾ ഒരു കാര്യം കണ്ടെത്തി. ഫിസിക്കൽ പ്ലെയിൻ, അതായത് ശാരീരിക തലത്തിൽ പെർഫെക്ഷൻ എന്നുള്ളത് സാധ്യമേ അല്ല, ഒരിക്കലും സാധ്യമല്ല. ശരീരത്തിൻ്റെ തലത്തിൽ പൂർണ്ണത നേടുക എന്നുള്ളത് സാധ്യമേ അല്ല എന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അല്പം വിചാരിച്ചു നോക്കിയാൽ മനസ്സിലാവും. പെർഫെക്ഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നശിക്കാൻ പാടില്ല, സദാ ഉണ്ടാവണം, സുഖമായിട്ടിരിക്കുകയും വേണം, അത് തൃപ്തി തരുകയും വേണം, അത് കേടുവരാനും പാടില്ല. ഇത് ശരീരത്തിന്റെ തലത്തിൽ സാധ്യമാണോ? ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവും. ശരീരത്തിന്റെ തലത്തിൽ ഈ ജനിച്ച ശരീരം കേടുവരാതിരിക്കില്ല. ഗർഭത്തിൽ ഉണ്ടാവണു, പുറത്തു വരണു, വളരണു, പരിണമിക്കണു, ക്ഷയിക്കണു, നശിക്കണു. 6 വികാരങ്ങളാണ് ഈ ശരീരത്തിന്. ഇതിനാർക്കും മാറ്റി തീർക്കാൻ പറ്റില്ല. ശരീരം അങ്ങനെയാണ്. അപ്പൊ ആദ്യമേ അങ്ങോട്ട് നിശ്ചയിച്ചു, ദേഹത്തിന്റെ തലത്തിൽ പൂർണ്ണത, പരിപൂർണ തൃപ്തി. ശരീരമാണ് ഞാൻ. നമ്മളുടെ ഭൗതിക ശാസ്ത്രം, ഫിസിക്കൽ സയൻസ് മുഴുവൻ ശരീരത്തിന്റെ തലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മെഡിക്കൽ സയൻസ് നല്ലവണ്ണം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കണു, സൗന്ദര്യശാസ്ത്രം നല്ലവണ്ണം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കണു. അതിന് ശരീരത്തിനെ സുഖിപ്പിക്കാൻ വേണ്ട എന്താ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് അതും ധാരാളം പുരോഗമിച്ചുകൊണ്ടിരിക്കണു. പക്ഷെ ഇത്രയൊക്കെ ആയിട്ട് ശരീരത്തിന് എല്ലാ സുഖവും കൊടുത്തു വെച്ചു. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരുമാതിരി നല്ല സുഖമായി. കേരളത്തിലുള്ള സുഖമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ബീഹാർ വരെയൊക്കെ ഒന്ന് പോയിട്ട് വരണം. അപ്പോഴേ അറിയുള്ളൂ ഇവിടെ നമ്മൾ എത്ര സുഖമായിട്ടിരിക്കണമെന്ന്. ഞാനിപ്പോൾ ഒരു 10-17 ദിവസം അവിടെ കാശിയിലും അങ്ങോട്ടൊക്കെ ഇരുന്നിട്ടാണ് വരണത്. അവിടെയൊക്കെ പോയാൽ അറിയാം, ഒന്നിനും ഒരു നിയമമില്ല. ട്രെയിൻ എവിടെ വരും എന്ന് പറയാൻ പറ്റില്ല, എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല. കറണ്ട് ഉണ്ടാവുകയില്ല. നമുക്കിപ്പോൾ ഹാഫ് ആൻ അവർ പവർ കട്ട്, അവിടെ അരമണിക്കൂർ വരും ഒരു ദിവസം ചിലപ്പോൾ. പക്ഷെ അത് കാരണം അവിടെ ഉള്ളവരൊക്കെ നമ്മളെക്കാളും ദുഃഖിക്കുകയാണോ എന്ന് അർത്ഥമാണോ? സുഖമായിട്ടിരിക്കണു. ഒരുപക്ഷെ നമ്മളെക്കാളും സുഖമായിട്ടിരിക്കണം തോന്നുന്നു. അവർക്ക് നിയമമൊന്നും പ്രശ്നമേ ഇല്ല. അപ്പോ ശരീരത്തിന്റെ തലത്തിൽ നമുക്ക് സുഖമൊക്കെ ഉണ്ട്. ശരീരത്തിന്റെ തലത്തിലുള്ള പെർഫെക്ഷൻ നമ്മൾ എത്ര തന്നെ അതിനെ സംസ്കരിച്ചാലും പൂർണ്ണമാവില്ല, പൂർണ്ണ തൃപ്തി ഏർപ്പെടില്ല. ശരീരത്തിനെ വ്യാധി വരാതിരിക്കാൻ ഒരു വഴിയില്ല. ബുദ്ധൻ എല്ലാം ചിന്തിച്ചു നോക്കി. എന്നിട്ടാണ് ബുദ്ധൻ പേടിച്ച് ഉപേക്ഷിച്ചിട്ട് പോയി, അല്ലേ? മരണം വരണു, വ്യാധി വരണു, സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോണു, എല്ലാം നശിച്ചു പോണു. ഇതെല്ലാവർക്കും സംഭവിക്കുമെന്ന് കണ്ടു. തനിക്കും സംഭവിക്കും, തൻ്റെ ഭാര്യയ്ക്കും സംഭവിക്കും, തൻ്റെ കുട്ടിക്കും സംഭവിക്കുമെന്ന് കണ്ടതോടുകൂടെ ഉപേക്ഷിച്ചു പോയി. ബുദ്ധനോട് ഒരാൾ ചെന്ന് ചോദിക്കണു, എന്താ നിങ്ങളിപ്പോൾ ഈ ലോകം ദുഃഖമാണെന്ന് പറയണത്? ലോകത്തിൽ ധാരാളം സുഖമുണ്ടല്ലോ, എന്തിനാ ഇപ്പം നിങ്ങൾ ഈ ലോകത്തിനെ ഉപേക്ഷിച്ചു പോയത്? അപ്പൊ ബുദ്ധൻ പറഞ്ഞു അത്രേ, യതി ജന്മജരാ മരണം ന ഭവേത്, യതി ചേഷ്ട വിയോഗഭയം ന ഭവേത്, യതി സർവം അനിത്യമിതം ന ഭവേത്, ഇഹ ജന്മനി കസ്യ രതിർന ഭവേത്.
യതി ജന്മജരാ മരണം ന ഭവേത്. ഞാൻ രാജാവിന്റെ പുത്രനായിട്ടാണ് ജനിച്ചത്. നല്ല കൊട്ടാരമായിരുന്നു, 3 കൊട്ടാരമായിരുന്നു അത്രേ ബുദ്ധന്. 3 കൊട്ടാരം. വേനൽക്കാലത്ത് താമസിക്കാൻ ഒരു കൊട്ടാരം, മഴക്കാലത്ത് താമസിക്കാൻ ഒരു കൊട്ടാരം, തണുപ്പ് കാലത്ത് താമസിക്കാൻ ഒരു കൊട്ടാരം. ശുശ്രൂഷിക്കാൻ മാറി മാറിയുള്ള ആളുകൾ. അതിൻ്റെ ഇടയിലാണ് ഇത് മുഴുവൻ വെറുത്തുപോയതേ, പേടിച്ചുപോയി കണ്ടപ്പോ. ഒക്കെ അനിത്യം. കാരണം എന്താ? ജന്മജരാ മരണം ഇതൊക്കെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റില്ല. കാരണം എന്താ? വാർദ്ധക്യം വരും. വാർദ്ധക്യത്തിൽ നോക്കാനൊക്കെ ആളുകളുണ്ടാവും, പക്ഷെ അപ്പോഴും സ്ഥിരമായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. മരണം വരും. ഇനി എന്തൊക്കെ തന്നെ ശുശ്രൂഷിച്ചാലും വ്യാധി വരും. എത്ര വൈദ്യന്മാരുണ്ടെങ്കിലും വ്യാധി വരും. അതൊക്കെ ശാരീരികം. അതിനേക്കാളും ഭയങ്കരമായൊരു വേദനയുണ്ട്. എന്താന്ന് വെച്ചാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളെ നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അപ്പൊ ഒരു പേടി എന്താ? ഇഷ്ടവിയോഗ ഭയം. അവര് നമ്മളെ ഉപേക്ഷിച്ചു പോകും അല്ലേ? മാറ്റാൻ പറ്റാത്ത നിയമമാണ്. യാജ്ഞവൽക്യൻ ഉപനിഷത്തിൽ പറയുന്നു, മൈത്രേയി, ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഭാര്യയെ സ്നേഹിച്ചാൽ ആ ഭാര്യ എന്നെങ്കിലും ഒരു ദിവസം തന്നെ അത്യന്തം ദുഃഖിപ്പിച്ചിട്ട് വിട്ടുപോകും. ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഭർത്താവിനെ സ്നേഹിച്ചാൽ ആ ഭർത്താവ് എന്നെങ്കിലും ഒരു ദിവസം അത്യന്തം ദുഃഖിപ്പിച്ച് വിട്ടുപോകും. ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ധനത്തിനെ സ്നേഹിച്ചാൽ ആ ധനം എന്നെങ്കിലും ഒരു ദിവസം അത്യന്തം ദുഃഖിപ്പിച്ചിട്ട് വിട്ടുപോകും. ഇത് മുമ്പ് തന്നെ ആലോചിക്കുമ്പോൾ തന്നെ പേടിയുണ്ട്. ഇതൊക്കെ വിട്ടുപോകുന്ന ആലോചിക്കുമ്പോൾ തന്നെ പേടിയുണ്ട്. അപ്പൊ ഭയം, ഈ ഇഷ്ടവിയോഗ ഭയം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോ, ഇത്രയും ഭയത്തിനുള്ള കാരണങ്ങളൊക്കെ ഉള്ളപ്പോ നമ്മൾ പേടിക്കാതെ എങ്ങനെ ഇരിക്കും എന്നാണ്. ഇംഗ്ലീഷില് ഗള്ളിബിൾ എന്നൊരു വാക്കുണ്ട്. ഗള്ളിബിൾ എന്ന് വെച്ചാൽ പറ്റിക്കപ്പെടുന്ന ആള് എന്നൊക്കെ അർത്ഥം. അതെങ്ങനെയാ വന്നത് അത്ര? ഇത് വാസ്തവമാണോ എന്ന് അറിയില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ നല്ല യുക്തിയാണെന്ന് തോന്നി. സീകൾ എന്നൊരു പക്ഷിയുണ്ട്, സമുദ്രത്തില് പറക്കണ പക്ഷിയാണ്. ആ പക്ഷി 10 എണ്ണം ഇരിക്കുകയാണെങ്കിൽ അതിൽ 9 എണ്ണത്തിനെ വെടിവെച്ച് കൊന്നാൽ 10ാമത്തത് അവിടെ തന്നെ ഇരിക്കും അത്രേ. 9 എണ്ണത്തിനെയും വെടിവെച്ചാലും 10ാമത്തത് തന്നെ വെടിവെക്കാൻ പോണു എന്നുള്ള ഭയം ഇല്ലാതെ ഇരിക്കും അത്രയും. ഇയാളെ ഭയമില്ലാത്ത ആളെന്ന് പറയാൻ പറ്റുമോ? ബുദ്ധിയാണോ അത്? പേടിക്കണ്ടേ? പേടിച്ചാലല്ലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഏതിനെ പേടിക്കണോ അതിനെ പേടിക്കണം, ഏതിനെ പേടിക്കാൻ പാടില്ലയോ അതിനെ പേടിക്കാൻ പാടില്ല. പക്ഷെ ലൗകികർ എന്ത് ചെയ്യും? മരണത്തിനെ ഭയമില്ല, വ്യാധീനെ ഭയമില്ല, ജരയെ ഭയമില്ല. ഇവിടെ ഈ സീകളിനെ പോലെ ഇരിക്കും. പക്ഷെ ഒരാള് ഒരുപാട് ധ്യാനം, അമ്പലത്തിൽ പോക്കൊക്കെ തുടങ്ങിയ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പേടിക്കാൻ തുടങ്ങും. പിന്നെ എന്തു പറ്റി? 10-15 വയസ്സേ ആയിട്ടുള്ളൂ, അമ്പലത്തിൽ പോണു, ധ്യാനിക്കണു, പൂജ ചെയ്യണു, ജപം ചെയ്യണു, പേടിക്കാൻ പാടുവോ? ഗൗഡപാദാചാര്യർ പറഞ്ഞു, അഭയേ ഭയദർശിനഃ എന്നാണ്. ഏതിനെ അഭയമോ അതിനെ ഭയക്കണു. അത് നമ്മളല്ല ഭയക്കണത്, നമ്മളുടെ ഉള്ളിൽ ഒരാളുണ്ടേ, അയാളാ ഭയക്കണത്. ആരാന്ന് വെച്ചാൽ അഹങ്കാരം. ആ അഹങ്കാരത്തിന് ഈശ്വരനെ ഭയമാണ്. അഹങ്കാരത്തിന് ആത്മജ്ഞാനത്തിന് ഭയമാണ്. എന്താന്ന് വെച്ചാൽ അത് അഹങ്കാര നാശമാണ് ഈ ആത്മജ്ഞാനം കൊണ്ടുണ്ടാവണം. അതുകൊണ്ട് ഉള്ളിൽ വേറെ ആരോ, നമ്മൾ അയാളോട് കൂടെ അങ്ങനെ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഭയപ്പെടുന്ന പോലെ നമുക്ക് തോന്നുന്നു. വാസ്തവത്തിൽ നമ്മളല്ല ഭയപ്പെടുന്നത്, നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞാനം പേടിക്കുകയാണ്, അഹങ്കാരം പേടിക്കുകയാണ്. പക്ഷെ നമ്മൾ പേടിക്കണമെന്നൊരു ഭ്രമം നമുക്ക് തോന്നുന്നു. രാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദൻ നരേന്ദ്രനാഥ് ദത്തെ ആയിരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. വിവേകാനന്ദനോട് ചോദിച്ചു, ഈശ്വരനെ ഒരു അമൃതത്തിൻ്റെ സിറപ്പ്, ഈശ്വരനാണത്, ആ അമൃതത്തിൻ്റെ സിറപ്പ് ഒരു പാത്രത്തിലാക്കി വെച്ചിരിക്കണം. താൻ ഒരു തേൻ വണ്ടാണെങ്കിൽ, ഒരു തേനീച്ചയാണെങ്കിൽ ആ അമൃതം എങ്ങനെ കുടിക്കും ചോദിച്ചു. നരേന്ദ്രനാഥ് ദത്ത പറഞ്ഞു, ഞാൻ ഈ ഗ്ലാസിൻ്റെ വക്കിലിരുന്ന് നക്കി കുടിക്കും. രാമകൃഷ്ണദേവൻ ചോദിച്ചിടോ മണ്ട, അതിലേക്ക് വീണു പോകരുതോ, ചാടരുതോ എടുത്ത്. അയ്യോ ചാടിയാ ഞാൻ ഇല്ലാതാവില്ലേ, പേടിയാണ്. അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു, അത് അമൃതമാണ്, മരണമല്ല. അതിൽ ചാടിയാൽ ശാശ്വതമായ സ്വരൂപം, അതിലേക്ക് ചാടണം, ഇല്ലാതാവണം എന്നാണ്. ഭഗവാന്റെ അടുത്ത് മാത്രം ഡിസ്റ്റൻസ് വെക്കാൻ പാടില്ല, ഭഗവാന്റെ അടുത്ത് അങ്ങോട്ട് വീണ് ഇല്ലാതാവണം, ഭഗവത് വിഷയത്തിലേക്ക് വീണ് ഇല്ലാതാവണം. അപ്പൊ അവിടെ പേടി. പക്ഷെ ലൗകികത്തിന് പേടിയില്ല. ജരാ, മരണം, വ്യാധി, ഈ ദുഃഖത്തിനെ ഒന്നും കണ്ടു പേടിക്കണില്ല. ഇതാണ് ലോകത്തില് സഹജമായിട്ട് കാണുക.
ഇതിനു പേരാണ് അജ്ഞാനം, അവിദ്യ. ഈ അവിദ്യയെ മാറ്റിയാൽ നമ്മൾ ഏതൊരു സുഖത്തിനെ അന്വേഷിക്കണമോ ആ സുഖം കൈവരും. ഇതാണ് ഋഷികൾ ഉപനിഷത്തുകളിലൊക്കെ കണ്ടെത്തിയത്. അവർ കണ്ടെത്തി സുഖം പുറത്തെവിടെയോ ഉണ്ട്, തന്നിൽ നിന്ന് അന്യമായിട്ടുണ്ട് എന്ന് കരുതി ആ സുഖത്തിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടേ നടക്കണം, സദാ തെരഞ്ഞുകൊണ്ട് നടക്കണം. ആ തെരച്ചിൽ കൊണ്ട് പൂർണ്ണമായിട്ടുള്ള സുഖമോ തൃപ്തിയോ ഒന്നും കിട്ടണമില്ല. ആ തെരച്ചിൽ പുറത്തേക്കുള്ളത് നിർത്തി തന്നിലേക്ക് എപ്പോൾ അന്വേഷിച്ചു തുടങ്ങുന്നു, പുറത്തേക്ക് തിരയുമ്പോൾ സയൻസ്, അകമേക്ക് തിരയുമ്പോൾ ഉപനിഷത്ത്. അതാണ് വ്യത്യാസം. പുറമേക്ക് തിരയുമ്പോൾ അതിനെ സയൻസ് എന്ന് പറയാം, അകമേക്ക് തിരയുമ്പോൾ അത് ഉപനിഷത്ത്. ഈ സയൻസൊക്കെ എവിടെ അവസാനിക്കണോ അവിടെയാണ് ഉപനിഷത്ത് ആരംഭിക്കുന്നത്. ശാസ്ത്രമൊക്കെ അവസാനിക്കുന്ന സ്ഥലത്ത് ബ്രഹ്മവിദ്യ ആരംഭിക്കണം. എന്താന്ന് വെച്ചാൽ പുറത്തുള്ള അന്വേഷണമൊക്കെ നിന്നു. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. ഇന്ന് മുഴുവൻ ഞാൻ ഒരു പൂർവ്വപീഠിക ഇടാം, ഗീതയെ തൊടില്ല ഞാനെന്ന്. ഭഗവത്ഗീത പോലുമല്ല നമ്മളുടെ വിഷയം. ഒരേ ഒരു വിഷയമേ ഉള്ളൂ. ആദ്യം പറഞ്ഞുവല്ലോ, പൂർണ്ണ സുഖം, അത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖം. ഈ ദുഃഖത്തിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് വിഷയം, അല്ലാതെ ഭഗവത്ഗീതയല്ല, ഉപനിഷത്തും അല്ല. ഗീതയുടെ ഉപനിഷത്തിൻ്റെ ഒക്കെ സാരം. അപ്പം നമ്മളത് ഗീതയിലൂടെ നോക്കണു, അത്രയേ ഉള്ളൂ. ഗീതയിലും ഉപനിഷത്തിലും ഇപ്പം ആധുനിക കാലത്തിൽ വന്നിട്ടുള്ള ജ്ഞാനികളും എല്ലാവർക്കും ഒരേ വിഷയമേ പറയാനുള്ളൂ. എന്താന്ന് വെച്ചാൽ സത്യത്തിനെ കണ്ടെത്താം, ഈശ്വരനെ കണ്ടെത്താം, തന്നെ താൻ അറിയാം. ഇത് അറിയായ്മ, അജ്ഞാനം കൊണ്ട് ദുഃഖം, അവിദ്യ. സ്വാമി ശിവാനന്ദ സരസ്വതി, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ ഒരിക്കൽ പോയിട്ട്, സ്വാമിജി എനിക്ക് വേദാന്തം പഠിക്കണം. സ്വാമിജി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, നല്ല ഗൗരവത്തോടെ പാൻറ് സൂട്ടും ഒക്കെ ഇട്ട്, സൗശീല്യമില്ല, ഏത് രീതിയിലാണോ സമീപിക്കേണ്ടത് ആ സമീപനമൊന്നുമില്ല. എന്നിട്ടാണോ ചോദിക്കണത്. അപ്പൊ സ്വാമി ചോദിച്ചു, ആർ യു ക്വാളിഫൈഡ്? എനിക്ക് വേദാന്തം പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഞാൻ MA വരെ പഠിച്ചിട്ടുണ്ട്. MA എന്ന് വെച്ചാൽ എന്താ അറിയോ? അത് കുറേ നേരം നിന്നു. സ്വാമി തന്നെ പറഞ്ഞു, MA മീൻസ് മാസ്റ്റർ ഓഫ് അജ്ഞാനം. ആ ക്വാളിഫിക്കേഷൻ, പുറമേക്കുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും ഉള്ളിൽ പ്രയോജനപ്പെടില്ല. എത്ര പഠിച്ചാലും എന്തൊക്കെ പഠിച്ചാലും ആന്തരികമായി നമ്മൾ പരാജയപ്പെടും. അപ്പൊ ആന്തരികമായിട്ടുള്ള പൂർണ്ണതയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതാണ് സത്സംഗം. സത്സംഗം അതാണ്. നാളെ രാവിലെ സദ്ദർശനം പ്രഭാഷണമുണ്ട്. അതിൽ സത് ദർശനം ആണ്, ഉള്ളതിനെ കുറിച്ചുള്ള ദർശനം, ഉള്ള വസ്തുവിനെ കാണുക. അതാണ് സദ്ദർശനം. ആ ഉള്ള വസ്തുവിനെ എവിടെ കാണും? പുറത്തൊരിടത്തും കണ്ടെത്താൻ പറ്റില്ല, തന്നിലേ കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം താൻ ആണ് ഉണ്മ. പുറത്തുള്ളതൊന്നും ഉണ്മയല്ല, പുറത്തുള്ളതൊക്കെ പ്രതീതി. ഉള്ളത് എന്ന് പറയുന്നത് ഞാൻ ആണ്. ഞാനല്ലാത്തതൊക്കെ ഇന്ദ്രിയ വിഷയങ്ങളാണ്. ഉള്ളത് ഒരേ ഒരു വസ്തു, ഞാൻ മാത്രം. ഇപ്പം നിങ്ങളൊന്നും ഉള്ള വസ്തുവല്ല എനിക്ക്, നിങ്ങൾക്ക് ഞാനുള്ള വസ്തുവല്ല. പേടിക്കരുത് കേട്ടോ, ഇയാൾ എന്താ ഞങ്ങളൊന്നും ഇല്ല എന്ന് പറയേണ്ടത്. എനിക്ക് നിങ്ങളൊന്നും ഉള്ള വസ്തുവല്ല. കാരണം കണ്ണടച്ചാൽ പോയി, കണ്ണടച്ചാ പോയി. ഇവിടെയൊക്കെ ലൈറ്റ് കെടുത്തിക്കളഞ്ഞാൽ, ഇരുട്ടാക്കിയാൽ, അടുത്തുള്ളവരൊക്കെ എഴുന്നേറ്റ് പോയാൽ അറിയുമോ? ശബ്ദം ഉണ്ടാക്കി എഴുന്നേറ്റ് പോയാൽ വേണമെങ്കിൽ അറിയാതിരിക്കാം. ശബ്ദം ഉണ്ടാക്കാതെ ഒക്കെ എഴുന്നേറ്റ് പോയി ഒന്നും കാണാൻ വയ്യെങ്കിൽ അവരുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, അല്ലേ? എന്തുകൊണ്ടറിയില്ല? കാണാൻ വയ്യ. അവരുണ്ടെന്ന് എങ്ങനെ അറിയും? കാണണം, അല്ലേ? അല്ലെങ്കിലോ അവരുടെ ശബ്ദം കേൾക്കണം, അല്ലെങ്കിൽ അവരെ തൊട്ടു നോക്കണം, അല്ലെങ്കിൽ കടിച്ചു നോക്കണം. ഏതെങ്കിലും ഇന്ദ്രിയം വേണം. പക്ഷേ താൻ ഉണ്ടോ ഇല്ലയോ സംശയം വരുമോ ആർക്കെങ്കിലും? ഇരുട്ടത്ത്. ഇപ്പം ഇരുട്ടത്ത് ഞാൻ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം വരുമോ? ഒരിക്കലും സംശയം വരില്ല.
ഈ ഒരു യുക്തി ഉണ്ടല്ലോ, ഒരുപക്ഷെ നിങ്ങൾ 100 പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും പുതിയതായിട്ട് കേൾക്കണം, എന്നാലേ മനസ്സിലാവും. അഹമഹമെന്നരുളുവതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും. അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. അഹം ഇരുളല്ല, ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്നറിഞ്ഞിടാതിരുന്നിടേണം. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം വരും. പക്ഷേ അഹം ഞാൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയമല്ല. ഇരുട്ടിലും അഹം ഇരുളല്ല എന്നുവെച്ചാൽ അഹം അറിയപ്പെടാതിരിക്കണില്ല എന്നർത്ഥം. ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം വരണില്ല, അല്ലേ? ഉറപ്പുണ്ട്. കയ്യോ കാലോ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. നോക്കണം, ആശ്ചര്യം അതാണ്. കയ്യോ കാലോ ആംബ്യൂട്ടേറ്റ് ചെയ്ത് എടുത്താൽ, ഇരുട്ട് മുറിയിലാണ് കിടക്കണതെങ്കിൽ, പ്രജ്ഞ വരുമ്പോൾ വേദനയൊന്നുമില്ലെങ്കിൽ ചിലപ്പോൾ കാലില്ല എന്നുള്ള ഓർമ്മയില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പോകും. വീഴുമ്പോഴാണ് അറിയുക കാലില്ല എന്നുള്ള കാര്യം. അപ്പൊ കാലോ കയ്യോ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ പോലും ഇന്ദ്രിയങ്ങൾ വേണം, തൊട്ടു നോക്കണം, അല്ലെങ്കിൽ സെൻസേഷൻ വേണം. പക്ഷേ ഞാൻ ഉണ്ട് എന്ന് അറിയാൻ ആരുടെയും സഹായം വേണ്ട. ഒരു വിളക്കുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേറെ ഒരു വിളക്ക് വേണ്ട. അതുപോലെ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേറെ ആരെങ്കിലും പറഞ്ഞു തരണ്ട, നല്ലവണ്ണം അറിയാം. ഇത് ഋഷീശ്വരന്മാർ ആദ്യമേ കണ്ടെത്തി. അന്വേഷിച്ച് നോക്കിയപ്പോ അനുഭവമണ്ഡലത്തിൽ, അറിവിന്റെ മണ്ഡലത്തിൽ നല്ല ഉറപ്പുള്ള അനുഭവം ഒന്നേ ഉള്ളൂ. ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ. ചിലരുണ്ടെന്ന് പറയണു, ചിലരില്ല എന്ന് പറയണു, ചിലർ കണ്ടു എന്ന് പറയണു. ഓരോരുത്തർ കാണുമ്പോൾ ഓരോ പോലെയാണ് കാണുന്നത്. ഇപ്പൊ ഈശ്വരനെ കുറിച്ച് എല്ലാവർക്കും ഒരേ അഭിപ്രായം കാണാനില്ല. ചിലർ വിഷ്ണുവാണെന്ന് പറയണു, ശിവനാണെന്ന് പറയണു, അള്ളാവാണെന്ന് പറയണു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സ്വർഗസ്ഥനായ പിതാവാണോ എന്ന് പറയണു. ആളുകൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഈശ്വരന്റെ കാര്യത്തിൽ. ലോകത്തിന്റെ കാര്യത്തിൽ ഓരോ കാലത്തും അഭിപ്രായ വ്യത്യാസം. ഭൂമി പരന്നതാണെന്ന് കുറെ കാലം സിദ്ധാന്തിച്ചു. ഉരുണ്ടതാണെന്ന് ഒരാൾ പറഞ്ഞപ്പോ വിഷം കൊടുത്തു കൊന്നു. ഇപ്പൊ ഉരുണ്ടതാണെന്ന് പറയണം, നാളെ വേറെ വല്ലതും പറഞ്ഞ് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ലോകത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കണം. ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം, വിശ്വം മുഴുവൻ അന്വേഷിച്ച് ആർക്കെയും കണ്ടുപിടിക്കാൻ പറ്റുമോ? എത്ര തന്നെ അന്വേഷിച്ചാലും പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ വിശ്വത്തിന്റെ കാര്യത്തിൽ ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്തിനു പറയണം, നമ്മളുടെ ശരീരത്തിന്റെ കാര്യത്തിലെ ഒന്നും മനസ്സിലാക്കി തീരുമാനത്തിൽ വരാൻ പറ്റില്ല. ഇത്രയധികം നമ്മളുടെ ശരീരശാസ്ത്രം പുരോഗമിച്ചിട്ടും ശരീരത്തിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. കുറേയൊക്കെ ചിത്രം വരച്ച് വെക്കണമെന്നല്ലാതെ അതിൻ്റെ പ്രവൃത്തിയിലൊന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള അറിവൊന്നുമില്ല. പക്ഷെ ഒരേ ഒരു കാര്യത്തിൽ നല്ല പൂർണ്ണമായ അറിവ്, ഉറപ്പ്. എന്താന്ന് വെച്ചാൽ ഞാൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. അപ്പൊ ഋഷികൾ പറഞ്ഞു, ആദ്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം എന്നാണ്. അറിയാത്ത കാര്യങ്ങളെയൊക്കെ വിട്ടുകളയാം. അതിനെക്കുറിച്ച് വാദിച്ചിട്ടൊന്നും കാര്യമില്ല. വാദിച്ച് ആർക്കും ഒരു തീരുമാനത്തിലെത്താൻ പറ്റില്ല. ലോകത്തിനെക്കുറിച്ചോ ഈശ്വരനെക്കുറിച്ചോ ശണ്ട കൂടണ്ട. അദ്വൈതമോ ദ്വൈതമോ വിശിഷ്ടാദ്വൈതമോ ശണ്ട കൂടണ്ട. അദ്വൈതികളാണെങ്കിലും വിശിഷ്ടാദ്വൈതികളാണെങ്കിലും ദ്വൈതികളാണെങ്കിലും ഒരു കാര്യത്തിൽ എല്ലാവരും സമ്മതം, ആത്മസാക്ഷാത്കാരം വേണം. അതിനുശേഷമുള്ളത് അദ്വൈതമാണോ വിശിഷ്ടാദ്വൈതമാണോ എന്നുള്ള കാര്യത്തിലേ ശണ്ടയുള്ളൂ. 2 പേരും 3 പേരും സമ്മതിക്കണു ആദ്യം തന്നെ അറിയാന്നുള്ള കാര്യത്തിൽ. അതിനുശേഷം എന്തു സംഭവിക്കണമെന്നുള്ള കാര്യത്തിലാണ് ശണ്ട. അതിനിപ്പോൾ എന്തിനു ശണ്ട കൂടുന്നു? ആദ്യം ഉറപ്പുള്ള കാര്യം ഞാൻ ഉണ്ട്. ഇവിടെ വേണം സത്യത്തിനെ അന്വേഷിക്കാൻ. അപ്പൊ ഉപനിഷത്ത് കാലം മുതൽ, വേദകാലം മുതൽ ഋഷികൾ ഒരു തീരുമാനത്തിലെത്തി, ഉള്ളിൽ അന്വേഷിക്കണം. അവരും പുറത്തൊക്കെ അന്വേഷിച്ചു. വേദത്തിൽ മുഴുവൻ വേദമന്ത്രങ്ങളൊക്കെ നോക്കിയാൽ അഗ്നി, വരുണൻ, വായു, ആദിത്യൻ സകല ദേവതകളെയും ഭജിച്ചു, സകല ദേവതകളെയും സാക്ഷാത്കരിച്ചു. പ്രകൃതിയിലുള്ള ശക്തികളൊക്കെ അവർക്ക് ദേവതകളാണ്. അതൊക്കെ സാക്ഷാത്കരിച്ചു, ആരാധിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിനൊക്കെ പരമകാരണമായിട്ടുള്ള സത്യത്തിനെ അന്വേഷിച്ചു തുടങ്ങി. അതെവിടെയാ? അതെന്താണ്? അവിടെയാണ് ഉപനിഷത്തുകളൊക്കെ വരുന്നത്. ഇതിനൊക്കെ അപ്പുറം, ഇതിനെയൊക്കെ ധരിച്ചുകൊണ്ട്, ഇതിനെയൊക്കെ രക്ഷിച്ചുകൊണ്ടുള്ള ഒരു സത്യമുണ്ട്. ആ സത്യത്തിനെ അന്വേഷിച്ചു തുടങ്ങി. അതെവിടെ കണ്ടെത്താൻ കഴിയും? ഉപനിഷത്തുകളൊക്കെ അങ്ങനെയാണ്. അധീഹി ഭഗവോ ബ്രഹ്മേതി
ഭഗവാനെ ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞു തരൂ, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയമായിട്ടുള്ള സത്യം എന്താണെന്ന് പറഞ്ഞു തരൂ. ഏതിനെ അറിഞ്ഞാലാണോ ഇനി ഒന്നും അറിയാൻ ബാക്കിയില്ലാത്തത്, ഏതൊന്നിനെ കണ്ടെത്തിയാൽ പരിപൂർണ തൃപ്തിയും ശാന്തിയും ഉണ്ടാവുമോ അതിനെ എനിക്ക് കാണിച്ചു തരൂ. സകല പ്രശ്നങ്ങളും അവസാനിക്കണം, സകല ദുഃഖങ്ങളും അവസാനിക്കണം. ശരീരത്തിന്റെ ദുഃഖം, മനസ്സിന്റെ ദുഃഖം, ഭൗതിക പ്രശ്നം മൂന്നും അവസാനിക്കണം. നമുക്ക് 3 പ്രശ്നങ്ങളാണ് ഉള്ളത്. ഭൗതികമായിട്ടുള്ള ലോകത്തിലുള്ള ദുഃഖം, ശരീരത്തിന്റെ തലത്തിൽ വരുന്ന വ്യാധി മുതലായ ദുഃഖം, മാനസികമായിട്ട് സൂക്ഷ്മമായിട്ടുള്ള കാമം, ക്രോധം, അസൂയ, ഇതൊക്കെ മാറിക്കിട്ടണം, പൂർണ്ണ തൃപ്തി വരണം. ഏതിനെ അറിഞ്ഞാലാണോ പൂർണ്ണ തൃപ്തി വരിക, എന്തിനെ കണ്ടെത്തിയാൽ പിന്നെ ഒന്നും അറിയാൻ ബാക്കിയില്ലയോ, സകല പ്രശ്നങ്ങളുടെയും ചുരുളഴിയുമോ അതിനെ പറഞ്ഞു തരൂ. എനിക്ക് എപ്പോഴും ഓർമ്മ വരണത്, നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മാജിക് കാണിക്കാനായിട്ട് ഒരാൾ വന്നിരുന്നു. അയാൾ ഒരു റിബൺ എടുത്തിട്ട് ഒരു 4-5 കെട്ടിട്ട്, അവർ ജാപ്പനീസ് നോട്ട് എന്നാണ് അതിന് പറയുക, 4-5 കെട്ടിട്ട് കുട്ടികളുടെ കയ്യിലൊക്കെ തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കെട്ട് അഴിച്ചു തരിക എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ റിബൺ വാങ്ങിച്ച് ഓരോരുത്തരായി ശ്രമിച്ചു. ശ്രമിക്കണതിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, കെട്ട് അഴിക്കണതിന് പകരം ഓരോരുത്തരും അവരുടെ വക ഈ 2 കെട്ടിട്ട് കൊടുത്തു. ആർക്കും അഴിക്കാൻ പറ്റിയില്ല. കെട്ട് അധികമായി. അവസാനം അയാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ 10-35 കെട്ടുണ്ട് അതിൽ, ആ റിബണിൽ. ഇങ്ങനെയാണേ ലോകത്തിൽ നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണത്. പരിഹരിക്കാൻ പോയിട്ട് നമ്മളുടെ വക കുറെ പ്രശ്നം ഉണ്ടാക്കും. ലോകത്തിൽ മാത്രമല്ല കുടുംബത്തിലും പ്രശ്നം പരിഹരിക്കാൻ പോയിട്ട് നമ്മൾ കുറെ പ്രശ്നം ഉണ്ടാക്കും. അവസാനം അയാളുടെ കയ്യിൽ കൊടുത്തപ്പോൾ, അയാളുടെ കയ്യിലൊരു 35 കെട്ടുണ്ട് ആ റിബണിൽ. അയാൾ എവിടെയോ ഒരിടത്ത് പിടിച്ച് വലിച്ചപ്പോൾ ഞങ്ങളിട്ട കെട്ടും അയാളിട്ട കെട്ടും ഒക്കെ അഴിഞ്ഞു, സകലതും അഴിഞ്ഞു. ഞങ്ങളിട്ട കെട്ടും അഴിഞ്ഞു, അയാളിട്ട കെട്ടും അഴിഞ്ഞു. അപ്പോ ഇതുപോലെ പ്രപഞ്ചത്തിലുള്ള സകല പ്രശ്നങ്ങളും, നമ്മളുണ്ടാക്കിയ പ്രശ്നവും പ്രകൃതിയായിട്ടുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ സമാപിച്ച് കിട്ടണമെങ്കിൽ ഏതോ ഒരു മർമ്മസ്ഥാനമുണ്ട്. ആ മർമ്മസ്ഥാനത്ത് പിടിച്ച് വലിക്കണം. ആ മർമ്മസ്ഥാനത്തിൽ പിടിച്ച് വലിച്ചാൽ നമ്മളുണ്ടാക്കിയ പ്രശ്നം, പ്രകൃതി ഉണ്ടാക്കിയ പ്രശ്നം ഒക്കെ അഴിഞ്ഞുപോയി പരിപൂർണമായ പ്രശ്നപരിഹാരം. കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. ഏതോ ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അറിയപ്പെടുന്നു, പിന്നെ ഒന്നും അറിയാനില്ല. അത്തരത്തിലുള്ളൊരു പ്രശ്നപരിഹാരം ഉണ്ടാവണം. അതെവിടെ എന്നാണ് ഋഷികൾ അന്വേഷിച്ചത്, ഋഷീശ്വരന്മാരൊക്കെ അന്വേഷിച്ചത്. നമ്മളൊക്കെ അന്വേഷിക്കുന്നതാ. ഋഷീശ്വരന്മാരെ അന്വേഷിച്ച് കണ്ടെത്തിയത് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ഈ പ്രശ്നം മാത്രം സയൻസില് ഭൂമി ഉരുണ്ടതാണെന്ന് ഒരാൾ കണ്ടുപിടിച്ചാൽ മതി, ഗുരുത്വാകർഷണ ശക്തി ഒരാൾ കണ്ടുപിടിച്ചാൽ മതി, എല്ലാവരും ബാക്കിയുള്ളവർക്ക് പഠിച്ചു മനസ്സിലാക്കിയാൽ മതി. കാരണം ആ ഗുരുത്വാകർഷണ ശക്തി കണ്ടുപിടിച്ചവനെയും നമ്മളെയും ഒന്നും ബാധിക്കണില്ല. അതുകൊണ്ട് വെറും ഒരു അറിവാണത്, അത് ബാധിക്കപ്പെടാത്ത അറിവാണ്. അത് കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും, കണ്ടുപിടിച്ച ന്യൂട്ടനും അത് കണ്ടുപിടിച്ചത് കൊണ്ട് അന്നത്തോടെ ജീവിതം ധന്യമായതൊന്നുമില്ല. നമ്മളത് പഠിച്ചത് കൊണ്ട് നമുക്കും ഗുരുത്വാകർഷണ ശക്തി എന്നൊന്നുണ്ട് മനസ്സിലാക്കിയതോടെ അന്ന് രാത്രി ഉറക്കം വന്നു സുഖമായിട്ട്. അങ്ങനെയൊന്നുമില്ല, അത് കണ്ടുപിടിച്ചു, അത്രയേ ഉള്ളൂ. അതൊരു ഇൻഫർമേഷൻ, അതിന് യഥാർത്ഥ അറിവല്ല, ഇൻഫർമേഷനാണ്. നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി, അതുകൊണ്ട് വലിയ കാര്യമില്ല. പക്ഷേ വിശക്കുമ്പോൾ ഒരാൾ ഊണ് കഴിച്ചാൽ മതിയോ? വിശക്കുമ്പോൾ ഊണുണ്ട്, ഒരാൾക്കുള്ള ഊണുണ്ട്, ഒരാൾ ഊണ് കഴിച്ചു, നമ്മളത് കണ്ടാൽ മതിയോ? ഞാൻ തന്നെ കഴിക്കണം അല്ലേ? അത് എൻ്റെ ഒരു അർജാണ്. അതുമാതിരി ഓരോ വ്യക്തികൾക്കും ദുഃഖമുണ്ട്, ഓരോ വ്യക്തികൾക്കും പ്രശ്നമുണ്ട്. ഓരോ വ്യക്തിയും സൃഷ്ടി ആരംഭം മുതൽ ഇന്നത്തെ ദിവസം വരെ ജീവിക്കണം. സൃഷ്ടി ആരംഭം മുതൽ ഇന്നത്തെ നിമിഷം വരെ ഉള്ള ജീവിതം ഞാൻ ജീവിക്കണം, നിങ്ങൾ ഓരോരുത്തരും ജീവിക്കണം. അപ്പൊ ഓരോരുത്തരും അവനവന്റെ ഉള്ളില് ഈ ഉപനിഷത്തിനെ ഉണർത്തണം. ഞങ്ങൾക്കൊന്നും ഇത് മനസ്സിലാവില്ല എന്ന് വെച്ചാൽ ദുഃഖിക്കണം. വേറെ വഴിയൊന്നുമില്ല, ഇടയിൽ വഴിയൊന്നുമില്ല, ഷോർട്ട് കട്ട്. നമ്മളൊക്കെ ഇപ്പൊ ഷോർട്ട് കട്ടിന് വേണ്ടിയാണ് അന്വേഷിക്കണത്. എവിടെയെങ്കിലും എളുപ്പ വഴിയുണ്ടോ,
5 ദിവസത്തിൽ ഒരാഴ്ചയിൽ കിട്ടാൻ ഒരു വഴിയുമില്ല. പക്ഷെ ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണ്. വേണമെങ്കിൽ കൈ ചൊടുക്കുന്ന വേഗത്തിൽ തെളിയും. ദിവസങ്ങളോ മാസങ്ങളോ വേണ്ട, ക്ഷണനേരം കൊണ്ട് മനസ്സിലാകും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ. വേണം എന്നില്ലെങ്കിൽ നമ്മൾ പല കാരണങ്ങളും പറയും. ഇത് മനസ്സിലാവണില്ല, വിഷമമാണ്. പിന്നെ വേദാന്തത്തിന് പൊതുവേ ഉള്ള പേര് വരണ്ടിരിക്കണമെന്നാണ്. വരണ്ടതാണെന്നാണ്. അത് പ്രത്യേകിച്ച് പല ആളുകളും പ്രഭാഷണം ചെയ്യണവരും പറയും വരട്ട് വേദാന്തം. എന്താ നമ്മുടെ ഹൃദയം വരണ്ടിരിക്കുകയാണ്. അതാണ് ബ്രഹ്മവിദ്യ വരണ്ടതായിട്ട് തോന്നണത് നമുക്ക്. ഇത് അമൃതവിദ്യ എന്നാണ് ഭഗവാൻ തന്നെ പറയണത്. അമൃതം ധർമ്മ്യാമൃതം ഇതം യഥോക്തം പര്യുപാസതി. അമൃതമാണിത്. അമൃതത്തിനെ വരേണ്ടതെന്ന് പറഞ്ഞാൽ എന്തു പറയാം? ഇത് അമൃതമാണ്. അപ്പോ ഇതിലേക്ക് പതുക്കെ നമ്മൾ കിടക്കാം. ഓരോരുത്തരും അവനവന്റെ ഉള്ളില് ഇതിനെ കാണണം. ഈ സത്യത്തിനെ കണ്ടെത്തണം. പ്രാപഞ്ചികമായി എന്ന് വെച്ചാൽ, പ്രപഞ്ചം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എൻ്റെ പ്രപഞ്ചം എന്താ? എൻ്റെ ജീവിതമാണ്. അല്ലാതെ അമേരിക്കയിൽ എന്ത് നടക്കണമെന്നുള്ളതോ പാകിസ്ഥാനിൽ എന്ത് നടക്കണമെന്നുള്ളതോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. അതൊന്നും അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും എന്നെ ബാധിക്കില്ല. വെറുതെ ഇൻഫർമേഷനെ കുട്ടികളുടെ തലയിൽ ഇങ്ങനെ കുത്തിക്കയറ്റുന്നുണ്ട് നമ്മൾ വിദ്യാഭ്യാസത്തിലിപ്പോൾ. വേണോ വേണ്ടയോ കുറേ പേരുകൾ, മന്ത്രിമാരും പ്രസിഡന്റുമാരും, യുദ്ധം നടന്നതും, കുറേ യുദ്ധങ്ങൾ, ഔറംഗസീബ് ജനിച്ചത്, യുദ്ധം ചെയ്തത്, അയാൾ ജനിച്ചാൽ എന്ത് വേണം, ജനിച്ചിട്ടില്ലെങ്കിൽ എന്ത് വേണം, ഇതൊക്കെ ബൈഹാർട്ട് കുട്ടികൾ. ഇതിന് പേര് അറിവ് എന്ന് പേര്. ഇത് അജ്ഞാനമാണ്. ഇത് മുഴുവൻ ദുഃഖം. വേണ്ടാതെ മനസ്സിന്റെ ചാഞ്ചല്യം. നമുക്ക് വേണ്ടത് അതല്ല. അതൊന്നും അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ ബാധിക്കില്ല. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള പ്രശ്നം, എനിക്കെങ്ങനെ സന്തോഷമായിട്ടിരിക്കാം? നമ്മൾ എന്തൊക്കെ മെഷീൻ കണ്ടുപിടിച്ചോ, അതിനൊരു മെഷീൻ കണ്ടുപിടിച്ചൂടെ? എന്തൊക്കെ മെഷീൻ കണ്ടുപിടിക്കുന്നു. ഈയിടെ ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കാൻ ഒരു റൂമിൽ കയറ്റി നിർത്തി. പുറത്ത് വരുമ്പോഴേക്കും അതുപോലെ ഫോട്ടോ എടുത്ത് തന്നു. അപ്പോൾ കൂട്ടിക്കൊണ്ടുപോയ ആൾ പറഞ്ഞു, ഈ നോട്ടീസിലിടാൻ വേണ്ടി അവർ കൂട്ടിക്കൊണ്ടുപോയതാണ്. അവർ പറഞ്ഞു, എന്താല്ലേ എത്ര പുരോഗമിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയാളോട്, ഇതൊന്നും അത്ഭുതപ്പെടണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പെട്ടിയിൽ കയറ്റി ഇരുത്തും. പുറത്ത് വരുമ്പോൾ നമ്മളെ പോലെ തന്നെ ഒരാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ ആയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. മായയിൽ എന്തും സംഭവിക്കും. പക്ഷെ ഇപ്പൊ എന്താ, എനിക്ക് ചൊറിഞ്ഞാൽ അയാൾക്കും ചൊറിയും, എനിക്ക് കരച്ചൽ വന്നാൽ അയാൾക്കും കരച്ചൽ വരും, എനിക്ക് വേറിളക്കം പിടിച്ചാൽ അയാൾക്കും വേറിളക്കം പിടിക്കും, എനിക്ക് തലവേദനിച്ചാൽ അയാൾക്കും തലവേദന. ഇപ്പൊ എന്താവും, ദുഃഖം ഇരട്ടിക്കും എന്നല്ലാതെ പ്രശ്നമൊന്നും അവസാനിക്കില്ല. ഒക്കെ ഇരട്ടിക്കും. ഇപ്പൊ ഉണ്ടാവുന്ന വിഷമങ്ങൾ മുഴുവൻ ഇരട്ടിക്കും. നമ്മളുടെ സയൻസ് മുഴുവൻ ഇപ്പൊ ചെയ്യണത് അതാ. ആരും ചോദ്യം ചെയ്യണില്ല. എല്ലാം ഇപ്പൊ അന്ധമായിട്ടുള്ള വിശ്വാസമാണ്. അന്ധവിശ്വാസം മതത്തിലുള്ളവരെയൊക്കെ വിളിക്കും. സയൻസിനോടുള്ള ഒരു അന്ധവിശ്വാസം. അത് ചെയ്യണതൊക്കെ നല്ലതാണോ എന്നുള്ളൊരു വിചാരം. പക്ഷേ അപ്പൊ എനിക്ക് തോന്നി, അയാളോട് തന്നെ ഞാൻ ചോദിച്ചു, ഇത്രയൊക്കെ പുരോഗമിച്ച് സയൻസിന് ഒരു മെഷീൻ കണ്ടുപിടിച്ചൂടെ? ജീവിതത്തിൽ ഭയങ്കരമായി പ്രശ്നവും ദുഃഖവും ഒക്കെ ഉള്ള ഒരാൾ അതിൽ കയറി ഇരുന്ന് സ്വിച്ച് ഓൺ ചെയ്താൽ നല്ല സമാധാനം, സകല പ്രശ്നങ്ങളും അവസാനിച്ചു, നല്ല തൃപ്തി, സന്തോഷം. അങ്ങനെ ഒരു മെഷീൻ കണ്ടുപിടിച്ചൂടെ? അതുമാത്രം സാധ്യമല്ല. ഈ ഭൗതിക പദാർത്ഥങ്ങളെ വെച്ചുകൊണ്ട് ഭൗതികമായിട്ട് മാറ്റി മറിച്ച് കളിക്കാം എന്നല്ലാതെ ഉള്ളിലൊന്നും സ്പർശിക്കുകയേയില്ല. പുറത്തിങ്ങനെ കളിക്കും എന്നല്ലാതെ അല്പം പോലും തോലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങില്ല, ഈ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങില്ല. എന്നുവെച്ചാൽ അവിടെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്നർത്ഥം. അപ്പോ ആ പ്രശ്നം ഞാൻ തന്നെ പരിഹരിക്കണം, ഞാൻ തന്നെ കണ്ടെത്തണം. എൻ്റെ ജീവിതത്തിൽ തൃപ്തി വരാൻ, ശാന്തി വരാൻ, പൂർണ്ണത വരാനുള്ള വഴി ഞാൻ കണ്ടെത്തണം. ഇതൊക്കെ അന്വേഷിച്ച് ഉപനിഷത്തുകളിൽ ഋഷികൾ ഇതൊക്കെ ചർച്ച ചെയ്തു. ജനക മഹാരാജാവിൻ്റെ സദസ്സിലൊക്കെ ചർച്ച ചെയ്തു. എങ്ങനെ കണ്ടെത്താം, എവിടെ പൂർണ്ണ തൃപ്തി വരും, ശാന്തി എവിടെ വരും എന്നൊക്കെ അന്വേഷിച്ചു എന്ന് ആ ഉപനിഷത്തുകളിലൊക്കെ. എന്നിട്ട് ഋഷികൾ ഒരേപോലെ പറഞ്ഞു, തൻ്റെ ഉള്ളില്
തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. തന്നെ താൻ അറിഞ്ഞാൽ സകല ദുഃഖങ്ങളും അവസാനിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. നാളെ മുതൽ നിങ്ങൾ കേൾക്കാൻ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് എടുക്കാൻ പറ്റുമെങ്കിൽ, നമുക്ക് ഓഡിയൻസ് ഒന്നും പ്രശ്നമല്ല, ഇത് എടുക്കാൻ പറ്റുമെങ്കിൽ ഇതിൽ വെച്ചുകൊണ്ട് രാമകൃഷ്ണ പരമഹംസർ പറയും, സ്വാതി നക്ഷത്രത്തില് മഴ പെയ്യുമ്പോൾ മുത്തുണ്ടാക്കുന്ന ജീവി സമുദ്രത്തുനിന്ന് പുറത്തു വരുമത്രേ. എന്നിട്ട് വായ പൊളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഒരു ചൊട്ട് വെള്ളം കിട്ടാനായിട്ട്. എന്നിട്ട് മഴയിൽ നിന്ന് ഒരു ഡ്രോപ്പ് വെള്ളം അതിൻ്റെ വായിൽ വീണാൽ അതും കൊണ്ട് സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. അവിടെ ഇരുന്ന് ഉറുത്തി 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 ഒരു മനോഹരമായി മുത്തുണ്ടാക്കി അതവിടെ മരിക്കും. അതുപോലെ ഉത്തമ ജിജ്ഞാസുക്കൾ സത്യം കിട്ടാനായിട്ട് കാത്തുകൊണ്ടിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പണി എന്താ? അതിനെ വെച്ചുകൊണ്ട് ധ്യാനമാണ്. സത്യത്തിനെ പൂർണ്ണമായി പ്രകാശിപ്പിക്കാനുള്ള തപസ്സാണ്. തപസ്സിനുള്ള വിത്താണിതേ. വിത്ത് എന്താ? സത്യത്തിനെ തന്നിൽ കണ്ടെത്തണം. അതാണ് തപസ്. നമ്മളുടെ സത്സംഗമൊക്കെ അതാണ്. സത്സംഗത്തിൻ്റെ പ്രയോജനം എന്താ? നമ്മിലേക്ക് തിരിയാനുള്ള ശക്തി ആർജിക്കുക. തന്നിൽ കണ്ടെത്തണം, തൻ്റെ സ്വരൂപത്തിൽ കണ്ടെത്തണം, തന്നെ താൻ അറിയണം. ഋഷികളെല്ലാവരും ഇതിനെ പറഞ്ഞു വെച്ചു. തമേവൈകം ജാനഥ ആത്മാനം അന്യാവാചോ വിമുഞ്ചഥ അമൃതസ്യേഷ സേതുഹു. അമൃതാനന്ദത്തിൻ്റെ ആ ഫൗണ്ടൻ ഹെഡ് പെട്ടി പൊളിക്കാനായിട്ട്, അവിടെ തുറക്കാനായിട്ട് തൻ്റെ ഹൃദയത്തിലേക്ക് മനസ്സിനെ തിരിച്ചുവിടേണ്ടിയിരിക്കുന്നു. ബഹിർമുഖമായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ അന്തർമുഖമായി തിരിച്ച് നിശ്ചലവും ജനനമരണശൂന്യവും ബോധസ്വരൂപവുമായ ആത്മവസ്തുവിനെ തൻ്റെ ഹൃദയത്തിൽ കണ്ടെത്തണം, അനന്തമായ സത്യത്തിന്. ഇത് ഋഷികളെല്ലാവരും പറഞ്ഞു വെച്ചു ഉപനിഷത്തുകളിൽ. അങ്ങനെ ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞു വെച്ചപ്പോഴും സാധാരണ ജനങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു തെറ്റിദ്ധാരണ വന്നു. എന്താ തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ, ഇതറിയണമെങ്കിൽ സന്യാസം എടുക്കണം, എന്നിട്ട് കാട്ടിലെവിടെയെങ്കിലുമൊക്കെ പോയി ശബ്ദം കേൾക്കാത്ത സ്ഥലത്ത് ഇരിക്കണം. ഇത്തിരി ശബ്ദം കേട്ട കോൺസെൻട്രേഷൻ പോകും. ചിലർക്കൊക്കെ അങ്ങനെയാണ്. മെഡിറ്റേഷന് വീട്ടിലിരിക്കുമ്പോൾ അടുക്കളയിൽ ഒരു പാത്രം വീണ വീട് കുരുക്ഷേത്രമാവും. ഇയാളുടെ കോൺസെൻട്രേഷൻ പോയി. അപ്പോ ശബ്ദം കേൾക്കാതെ ഏകാന്തത്തിൽ ഒരു ഗുഹയിലിരിക്കണം, എന്നാലേ ഈ സത്യത്തിനെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്നൊരു ഭ്രമം ജനങ്ങൾക്കുണ്ടായി. എന്താന്ന് വെച്ചാൽ ഉപനിഷത്തുകൾ അധികവും വനങ്ങളിലൊക്കെ നടക്കുന്നു. ചിലതൊക്കെ രാജസദസ്സിലും നടന്നിട്ടുണ്ട്. എന്നാലും അവർക്ക് തൃപ്തിയില്ല. അപ്പൊ വ്യാസഭഗവാന് ഈ തെറ്റിദ്ധാരണ മാറ്റണം എന്ന് നിശ്ചയിച്ചു. വ്യാസഭഗവാൻ കാട്ടിലോ ഗുഹയിലോ അല്ല സത്യത്തിനെ കണ്ടെത്തേണ്ടത്, ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ സത്യം കണ്ടെത്തിയാൽ എവിടെ വേണമെങ്കിലും തൃപ്തിയായിട്ടിരിക്കാം. ഭഗവാനെ ഹൃദയത്തിൽ കണ്ടെത്തിയാൽ ബ്രഹ്മചാരിയോ സന്യാസിയോ വാനപ്രസ്ഥനോ ആർക്ക് വേണമെങ്കിൽ തൃപ്തിയായിരിക്കാം. 3 ശ്ലോകം ശിവാനന്ദ ലഹരിയിൽ. നരത്വം ദേവത്വം നഗവന മൃഗത്വം അശകതാ പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിജനനം സദാ ത്വത്പാദാബ്ജസ്മരണ പരമാനന്ദലഹരി വിഹാരാസക്തം ചേത് ഹൃദയമിഹ കിം തേന വപുഷാം വടുർവാ ഗേഹീ വാ യതിരപി ജടീ വാ തദിതരോ നരോ വാ യഃ കശ്ചിത് ഭവതു ഭവ കിം തേന ഭവതി യദീയം ഹൃത്പത്മം ഭവദധീനം പശുപതേ തദീയസ്ത്വം ശംഭോ ഭവസി ഭവഭാരം ച വഹസി ഗുഹായാം ഗേഹേ വാ പുനരപി വനേ വാ അദ്രിശിഖരേ ജലേ വാ വന്നൗ വാ വസതു വസദേഹ കിം വദ ഫലം സദൈവ യസ്യാന്തഃകരണമപി ശംഭോ തവ പദേ സ്ഥിതശ്ചേത് യോഗോസൗ സച പരമയോഗി സച സുഖി. ഈ 3 ശ്ലോകത്തില് ആചാര്യസ്വാമികൾ പറയുന്നു, മനുഷ്യനാവട്ടെ മൃഗമാവട്ടെ, നരത്വം ദേവത്വം ദേവനാവട്ടെ, മൃഗത്വം മശകത്വം, ഒരു കൊതുകായി ജനിച്ചാലും വേണ്ടില്ല, ഒരു കീടമായിട്ട് ജനിച്ചാലും വേണ്ടില്ല, ഹൃദയത്തിലെ ശിവധ്യാനം ഉണ്ടെങ്കിൽ. ശിവൻ എന്ന് വെച്ചാൽ ആരാ? ആത്മാ തന്നെ ശിവൻ. ആത്മാത്വം ഗിരിജാമതി. ആത്മധ്യാനം ഉണ്ടെങ്കിൽ
ആ ജീവൻ പരമാനന്ദ ലഹരീവിഹാരാസക്തം ചേത്, ആ പരമാനന്ദ ലഹരിയിൽ രമിക്കുകയാണെങ്കിൽ ശരീരം മൃഗമായാൽ എന്താ, മനുഷ്യനായാൽ എന്താ, ഏത് യോനിയിൽ ജനിച്ചാൽ എന്താ? അല്ല, സന്യാസം എടുക്കണ്ടേ? ഇല്ല. വടുർവ ഗേഹീവ യതിരപി ജഡീവ തദിതരോ നരോവ യഹ് കശ്ചിത് ഭവതു. ബ്രഹ്മചാരിയായിട്ടിരിക്കട്ടെ, ഗൃഹസ്ഥനായിരിക്കട്ടെ, വാനപ്രസ്ഥനായിരിക്കട്ടെ, സന്യാസിയായിരിക്കട്ടെ, അല്ല ആരോ ആവട്ടെ എന്നാണ്. യഹ് കശ്ചിത് ഭവതു ഭവ കിം തേന ഭവതി. അതുകൊണ്ട് എന്താ കാര്യം? ശരീരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സും കളറും ഒക്കെ മാറിയിട്ട് എന്ത് പ്രയോജനം? യദീയം ഹൃത് പത്മം ഭവദധീനം. ആരുടെ ഹൃദയപത്മം ഭഗവാന് അധീനമായിട്ടിരിക്കുന്നുവോ, ഭഗവാൻ ആരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു, തദീയസ്ത്വം ശംഭോ ഭവസി. ഭഗവാൻ അയാളുടെ ആയിത്തീരണു എന്ന് വെച്ചാൽ അയാൾക്ക് സ്വന്തമായി എന്നർത്ഥം. ആത്മാ അയാളിൽ പരിപൂർണമായി പ്രകാശിക്കുന്നു. അതുപോലെ ഗുഹായാം ഗേഹേവ. എന്നാൽ വീട്ടിലിരുന്നാൽ പറ്റുമോ? ഗുഹയിലിരിക്കണ്ടേ? ചിലരൊക്കെ വെള്ളത്തിന്റെ അടിയിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ജലേവ വന്നൗവ, അഗ്നിയുടെ നടുവില്. എവിടെ ഇരുന്നിട്ടും കാര്യമില്ല, ഹൃദയത്തിൽ ഇരിക്കണം. രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു, ധ്യാനിക്കാൻ ഏറ്റവും നല്ല ആസനം ഏതാണെന്ന് ചോദിച്ചു. മഹർഷി പറഞ്ഞു, നിധിധ്യാസനം എന്നാണ്. പുറത്തുള്ള ആസനമല്ല, നിധിധ്യാസനം. നിധിധ്യാസനം എന്ന് വെച്ചാൽ ആത്മാവിൽ ഇരിക്കുക എന്നർത്ഥം. പുറത്ത് ആസനം എന്തു വേണമെങ്കിൽ ഉണ്ടാക്കിയിടാം, അല്ലേ? മാൻതോലും ഇരിക്കാം, മെഡിറ്റേഷൻ പ്രത്യേകം ഒരു ആസനം ഉണ്ടാക്കാം. പക്ഷെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ധ്യാനം വരണ്ടേ? അതിനെവിടെ പോവും? അപ്പോ ഹൃദയത്തിൽ ആത്മധ്യാനം, ആത്മസ്മരണ, ആത്മസാക്ഷാത്കാരം ഉണ്ടാവുക എന്നുള്ളതാണ് മുഖ്യം. അല്ലാതെ ശരീരത്തിനെ മാറ്റിമറിക്കുന്നത് കൊണ്ടോ, കാട്ടിൽ പോണത് കൊണ്ടോ, ഗുഹയിൽ നമ്മൾ ഹിമാലയത്തിൽ പോയാൽ സുഖം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും. പലരും അങ്ങനെ വിചാരിക്കേണ്ട. എനിക്ക് എവിടെയെങ്കിലും ഹിമാലയത്തിൽ ഒരിടത്ത് പോയി ഇരിക്കണം. അത് വിചാരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തു വേണോ അറിയോ? ഹിമാലയത്തിലൊക്കെ ഒന്ന് ചുറ്റിയിട്ട് അവിടെ ഇരിക്കുന്ന പല ആളുകളുടെ കൂടെ ഒരു 10 ദിവസം ഇരുന്ന് നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ അവർക്കും ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോഴേ നമുക്ക് കുറച്ച് വിവരം വയ്ക്കുള്ളൂ. പ്രശ്നത്തിനെ വിട്ട് ഒരു സ്ഥലത്തിലേക്ക് ഓടാൻ പറ്റില്ല. ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രശ്നത്തിനെ പരിഹരിച്ചിട്ട് കളിയായിട്ട് വേണമെങ്കിൽ ഹിമാലയത്തിലേക്കോ സ്വർഗത്തിലേക്കോ കൈലാസത്തിലേക്കോ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ. ഇവിടെ നിന്ന് പ്രശ്നം പരിഹരിച്ചാൽ ഇഹ ചേത് അവേദീത് അഥ സത്യമസ്തി നചേത് ഇഹ അവേദീത് മഹതി വിനഷ്ടി. ഉപനിഷത്ത് പറഞ്ഞു, ഇവിടെ ഇപ്പൊ തന്നെ ആ സത്യത്തിനെ അറിഞ്ഞാൽ സത്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഞാൻ റിട്ടയർ ആയിട്ട് ചെയ്യാമെന്നോ, ഹിമാലയത്തിൽ പോയിട്ട് ചെയ്യാമെന്നോ, ഗുഹയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ചെയ്യാമെന്നോ ഒക്കെ കാലത്തിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നാൽ ടൈം ക്യാൻ നെവർ ഹീൽ യുവർ പ്രോബ്ലംസ്. ഒരു സമയത്തും നമുക്ക് പരിഹരിക്കപ്പെടില്ല ആ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഋഷികൾ കണ്ടുപിടിച്ച ആ സത്യത്തിനെ വ്യാസഭഗവാൻ എന്തു ചെയ്തു? എല്ലാവർക്കും പ്രാപ്യമാണെന്നാക്കണം. രമണ മഹർഷിയോടൊരു ഗൃഹസ്ഥൻ ചോദിച്ചു, സ്വാമി ഞാൻ സന്യാസം എടുക്കട്ടെ, കുടുംബമൊക്കെ ഉപേക്ഷിച്ച് പോട്ടെ എന്ന് ചോദിച്ചു. മഹർഷി പറഞ്ഞു, ഈ കുടുംബക്കാരൻ തന്നെ എന്ത് ചെയ്തു? എന്നാലും ഗൃഹസ്ഥനായിട്ട് ഇരുന്നാൽ ആത്മസാക്ഷാത്കാരം പറ്റുമോ? അപ്പൊ മഹർഷി അയാളോട് ചോദിച്ചു, നീ ഇപ്പൊ ഗൃഹസ്ഥൻ പറയണോ? കുറച്ച് കഴിഞ്ഞ് കാഷായം കൊടുത്താൽ ഞാൻ സന്യാസി പറയും. 2 സ്ഥലത്തും ശരീരാഭിമാനം തുല്യം. ശരീരത്തിനെയല്ല ഇപ്പൊ ഗൃഹസ്ഥൻ പറയണത്. കുറച്ച് കഴിഞ്ഞാൽ ശരീരത്തിനെ സന്യാസി എന്ന് പറയും. ശരീരത്തിൽ എത്ര കാലം അഭിമാനമുണ്ടോ അത്ര കാലം പൂർണ്ണ ശാന്തി ഉണ്ടാവില്ല. ഗൃഹസ്ഥനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഗൃഹസ്ഥനാണെന്നുള്ള വിചാരത്തിനെ വിട്ടിട്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അന്വേഷിച്ച് ബോധം തെളിഞ്ഞു വന്നാൽ, താൻ ആത്മാവാണെന്ന് ഉള്ള സ്ഥലത്ത് അറിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം തന്നെ തൃപ്തിയായിരിക്കും. എവിടെ ഇരിക്കണോ അവിടെ തന്നെ തൃപ്തി കണ്ടെത്താം. തൃപ്തി ഉള്ളിലാണ് കണ്ടെത്തേണ്ടത്, ശാന്തി ഉള്ളിലാണ് കണ്ടത്. ഇതാണ് സത്യം. ഇനിയിപ്പോൾ ഇതിന് സൗകര്യപ്പെടുന്ന പോലെ പുറമേക്കൊക്കെ സിറ്റുവേഷനൊക്കെ കുറച്ച് മാറ്റിക്കൊള്ളാൻ വേണമെങ്കിൽ അത്രയേ ഉള്ളൂ. പക്ഷെ ലക്ഷ്യം എവിടെയാ? പുറമേക്ക് മാറ്റിയത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. പക്ഷെ പുറമേക്ക് മാറ്റണ്ടെന്നല്ല, ചിലതൊക്കെ സൗകര്യമാണെന്ന് തോന്നുന്നു വെച്ചാൽ ചെയ്തോളാം, അത്രയേ ഉള്ളൂ. ഈ ഒരു തെറ്റിദ്ധാരണ നീക്കണം. അതിന് വ്യാസഭഗവാൻ മഹാഭാരതത്തില് ഈ ബ്രഹ്മവിദ്യയെ അവതരിപ്പിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ അതിനെ
പറഞ്ഞു. എവിടെ വെച്ചാ പറഞ്ഞത്? കാട്ടിലല്ല, ഇതുപോലെ ഒരു അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു ഹാളിൽ വെച്ചല്ല, നല്ല ഒരു സദസ്സിൽ വെച്ചല്ല, ഇതുപോലെ ഉദ്ഘാടനം ചെയ്ത് വിളക്ക് കൊളുത്തിയിട്ടല്ല, മന്ത്രം ചൊല്ലിയിട്ടല്ല, കുത്തും കൊലയും നടക്കുന്ന സ്ഥലത്ത്, ഭയങ്കരമായ യുദ്ധം നടക്കുന്ന സ്ഥലത്ത്, ആളുകൾ തമ്മിൽ കൊല്ലാൻ നിൽക്കുന്ന യുദ്ധഭൂമിയിൽ, അവിടെ മുഴുവൻ ചുറ്റും വയലൻസാണ്. അതിൻ്റെ നടുവിൽ ലോകത്തിനെ മുഴുവൻ നോൺ വയലന്റ് ആക്കിയിട്ട് നമുക്ക് ശാന്തി നേടാന്ന് വെച്ചാൽ ഒരിക്കലും സാധ്യമല്ല. ഭഗവാൻ പറയണത് ശാന്തിയെ യു ഹാവ് ടു ഫൈൻഡ് പീസ് അമിഡ്സ് ദിസ് വയലന്റ് വേൾഡ്. അല്ലാതെ ലോകം മുഴുവൻ നോൺ വയലൻസ് ഒക്കെ പറയാം എന്നല്ലാതെ ഇതുവരെ സാധിച്ചിട്ടില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, യുദ്ധം കഴിഞ്ഞപ്പോഴേ വ്യാസരോട്, നാരദരോട് പറഞ്ഞു, അയ്യോ ഇത്രയൊക്കെ കുത്തും കൊലയും നടന്നുവല്ലോ, മരണം നടന്നുവല്ലോ. നാരദൻ പറഞ്ഞു, ധർമ്മപുത്രരെ, ഇതാണ് ലോക നിയമം. നിങ്ങൾ ഇത്ര ധർമ്മം പഠിച്ചിട്ട് ഇത് മനസ്സിലാക്കിയില്ലേ? അഹസ്താനി സഹസ്താനാം ദ്വിപദാനി ചതുഷ്പദാം ഫൽഗൂനി തത്ര മഹതാം ജീവോ ജീവസ്യ ജീവനം. ലോകത്തിന്റെ നിയമം എന്താന്ന് വെച്ചാൽ, മഴ പെയ്താ പാറ്റ വരും. പാറ്റ വന്ന് പറക്കുമ്പോൾ 5 മിനിറ്റ് വേണ്ട, ആര് ലെറ്റർ അയച്ചു എന്നറിയില്ല, തവളകളൊക്കെ വരും ആ പാറ്റയെ തിന്നാനായിട്ട്. തവള 10 എണ്ണം വന്നാൽ എവിടെ നിന്നറിയില്ല, പാമ്പ് വരും ആ തവളയെ തിന്നാനായിട്ട്. പാമ്പിനെ പിടിക്കാനുള്ള ജീവി ഉണ്ടെങ്കിൽ അത് വരും. നാരദൻ പറയണത് അഹസ്താനി സഹസ്താനം, ഒരു ജീവിക്ക് ഇനിയൊരു ജീവി ഭക്ഷണം. ഇങ്ങനെ കൊല്ലുക, തിന്നുക, ഭക്ഷണം ആക്കുക എന്നുള്ളത് പ്രകൃതിയിലുണ്ടേ. അതിനെയൊന്നും മാറ്റിമറിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങയ്ക്ക് വേണമെങ്കിൽ ശാന്തി കണ്ടെത്താം, അങ്ങയ്ക്ക് വേണമെങ്കിൽ അങ്ങയുടെ ഉള്ളിൽ പൂർണ്ണത നേടാം. പക്ഷേ ലോകത്തിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കരുത്. യുദ്ധഭൂമിയിൽ അപ്പൊ ചുറ്റും യുദ്ധം നടക്കണു, കുത്തും കൊലയും നടക്കാൻ പോണു. അതിൻ്റെ നടുവില് വെച്ചാണ് ഉന്നതമായ ഉപനിഷത്ത് തത്വം, പരമാത്മതത്വം, ആത്മതത്വം ഭഗവാനെ കൊണ്ട് പറയിപ്പിച്ചത് അർജുനന്റെ അടുത്ത്. എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ, നമ്മളെയൊക്കെ ഒന്ന് ഉറപ്പിക്കണം. അല്ലെങ്കിൽ ആളുകൾ പറയൂ, കുടുംബത്തിൽ ഇരുന്നിട്ട് പറ്റുമോ? അതിന് വ്യാസൻ നമ്മളോട് ചോദിക്കണത്, യുദ്ധഭൂമിയിൽ പറ്റുമെങ്കിൽ അടുക്കളയിൽ എന്തുകൊണ്ട് പറ്റില്ല? വ്യാസന്റെ ചോദ്യം അതാണ്. യുദ്ധഭൂമിയിൽ സാധ്യമാണെങ്കിൽ ഓഫീസിൽ എന്തുകൊണ്ട് പറ്റില്ല എന്നാണ്, അടുക്കളയിൽ എന്തുകൊണ്ട് പറ്റില്ല എന്നാണ്. അപ്പൊ എവിടെ വേണമെങ്കിലും സാധ്യമാവണം. ഉപാനത് ഗൂഢപാദസ്യനു ചർമാവൃതൈവ ഭൂഹു എന്നാണ്. ഒരാൾ കാട്ടിൽ പോകുമ്പോ കാട്ടിൽ മുഴുവൻ തോൽപ്പായ വിരിക്കാൻ പറ്റില്ല. കാലിൽ ചെരുപ്പിട്ട് നടന്നാൽ കാട് മുഴുവൻ വിരിച്ചു. പ്രശ്നത്തിനെ ഇവിടെ പരിഹരിച്ചാൽ ലോകത്തിലുള്ള ദുഃഖങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു. അല്ലാതെ ലോകം മുഴുവൻ മാറ്റിമറിക്കാനോ പ്രശ്നം പരിഹരിക്കാനോ സാധ്യമല്ല. സാധ്യമാണ് എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിന് പരിശ്രമിച്ചോളാം. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ സത്യം മനസ്സിലാവും. വിവേകാനന്ദ സ്വാമികൾ ഇത്രയൊക്കെ പ്രസംഗിച്ച ആള് അവസാനമാവുമ്പോൾ പറഞ്ഞു, ഈ ലോകം നായയുടെ വാലുമാതിരിയാണ്, പിടിച്ചു നിവർത്താൻ ശ്രമിക്കൂ, അത് വളയും. പക്ഷെ ആ ശ്രമത്തിൽ ഒരു പ്രയോജനമുണ്ട്. എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഉള്ളിലുള്ള ഒടിവും വളവും ഒക്കെ നിവർന്നു കിട്ടും. അജ്ഞാനം കുറച്ച് മാറിക്കിട്ടും. ഇതൊക്കെ നിവർത്താം, മാറ്റാം എന്നുള്ളതൊക്കെ വിചാരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി നമ്മൾ ആരുമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളുടെ അഹങ്കാരം അസ്തമിക്കും. അത് അസ്തമിക്കാൻ ഇത് പ്രയോജനപ്പെടും എന്നല്ലാതെ ലോകത്തിനെ മാറ്റിമറിക്കാൻ ആർക്ക് സാധിച്ചിട്ടില്ല. അതെ, അപ്പോ സത്യത്തിനെ നമ്മിൽ കണ്ടെത്തണം, നമ്മളുടെ ഉള്ളിൽ കണ്ടെത്തണം, ഹൃദയത്തിൽ കണ്ടെത്തണം. അതിനുള്ള പുറപ്പാടാണ് ഗീതയിൽ. യുദ്ധഭൂമിയുടെ നടുവിൽ വെച്ച്, യുദ്ധഭൂമിയിൽ 2 സൈന്യവും സന്നദ്ധമായിട്ട് നിൽക്കണു. മഹാഭാരതത്തില് ഗീത അവതരിപ്പിക്കപ്പെടുന്നത് ഭീഷ്മപർവത്തിലാണ്. ഭീഷ്മപർവത്തില്, അതായത് യുദ്ധം തുടങ്ങി 10ാമത്തെ ദിവസം, 10 ദിവസം ഭീഷ്മർ യുദ്ധം ചെയ്തു. 18 ദിവസത്തെ യുദ്ധത്തിൽ 10 ദിവസം അദ്ദേഹമാണ് യുദ്ധം ചെയ്തത്. 10ാമത്തെ ദിവസം വരെ ധൃതരാഷ്ട്രരോട് ആദ്യം തന്നെ വ്യാസഭഗവാൻ പറഞ്ഞു, യുദ്ധം നടക്കുന്നതൊക്കെ വിവരിച്ചു തരാൻ ഒരാളെ ഏർപ്പാടാക്കട്ടെ എന്ന് ചോദിച്ചു. ടെലികാസ്റ്റ് അങ്ങക്ക് തന്നെ കാണാൻ ഉള്ള ശക്തി തരാമെന്ന് പറഞ്ഞു ധൃതരാഷ്ട്രരോട്.
ധൃതരാഷ്ട്രർ പറഞ്ഞു, അയ്യോ എനിക്ക് കാണാനുള്ള കരുത്തില്ല, വേണ്ട. ധൃതരാഷ്ട്രർക്ക് അതിനു മുമ്പ് ഒരു ദർശനം ഉണ്ടായി. കൃഷ്ണൻ ദൂതിന് വന്നപ്പോ ഒരു വിശ്വരൂപ ദർശനം ഉണ്ടായി. അത് കണ്ടപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, എനിക്കിത് മതി, ഇനി കാഴ്ച വേണ്ടാന്ന് പറഞ്ഞു. അത്രയ്ക്കുള്ള വിവരം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ ഇനി കാണണ്ടാന്നായി. ദുര്യോധനനും കണ്ടു കേട്ടോ അതൊക്കെ, വിശ്വരൂപമൊക്കെ. പക്ഷെ ദുര്യോധനൻ പറഞ്ഞു മാജിക് ആണോന്ന് പറഞ്ഞു, ഒന്നും കൂട്ടാക്കിയില്ല. അപ്പൊ ധൃതരാഷ്ട്രർക്ക് കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, എനിക്ക് വേണ്ട, വേറെ ആരെങ്കിലുമൊക്കെ കണ്ട് എനിക്ക് പറഞ്ഞു തന്നാ മതി, റേഡിയോ കമന്ററി മതി, ഡയറക്റ്റായിട്ട് എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. കാണുന്നവർ പറയണത് കേട്ടാ മതി. അപ്പോ സഞ്ജയനെ അതിനേർപ്പാടാക്കി. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഇപ്പൊ ഒന്നും കേൾക്കണ്ട, ഭീഷ്മർ ഉള്ളപ്പോ എന്ത് പേടിക്കാനാ, ഭീഷ്മർ യുദ്ധം ചെയ്യുമ്പോ എന്ത് ഭയപ്പെടാനാ, അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല, യുദ്ധമൊക്കെ അവസാനിക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് 10ാമത്തെ ദിവസം ഒരു പർവ്വതം കടപുഴങ്ങി വീണ പോലെ ഭീഷ്മ പിതാമഹൻ വീണു. ഭീഷ്മർ വീണു എന്നുള്ള വാർത്തയും കൊണ്ട് ഓടി വന്ന് ധൃതരാഷ്ട്രരുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ വയ്യ. ഭീഷ്മർ നിലംപതിക്ക്, അപ്പൊ ഇനി എന്തും സംഭവിക്കാം. ഭീഷ്മർ നിലംപതിച്ചു എന്ന് വെച്ചാൽ ഇനി എന്തും സംഭവിക്കാം. അപ്പോഴാണ് സഞ്ജയനെ വിളിച്ചത്, മുമ്പിൽ കൊണ്ടുവന്നിരുത്തി. സഞ്ജയനെയും മുമ്പിൽ കൊണ്ടുവന്നിരുത്തി. സഞ്ജയൻ എന്നുള്ള വാക്കിനും ധൃതരാഷ്ട്രർ എന്നുള്ള വാക്കിനും അർത്ഥം. ധൃതരാഷ്ട്രർ നമുക്കറിയാം, 2 കണ്ണുമില്ലാത്ത ആള്. രണ്ട് കണ്ണുമില്ലാത്ത അന്ധൻ, ജന്മനാ അന്ധനാണ് അദ്ദേഹം. ഈ ജീവനാണ് ധൃതരാഷ്ട്രർ. അദ്ദേഹത്തിന് പുറത്തും കണ്ണില്ല, അകത്തും കണ്ണില്ല, പറഞ്ഞു കൊടുത്താലും അറിയില്ല. അങ്ങനത്തെ ഏർപ്പാടാണ് അദ്ദേഹത്തിൻ്റെ. ആ ധൃതരാഷ്ട്രർ ജീവൻ, ആ ജീവന്റെ വഴി കാണിച്ചു കൊടുക്കേണ്ട ആളാണ് പത്നി, അല്ലേ? ഒരാൾക്ക്, അയാൾക്ക് വഴി അറിയില്ലെങ്കിൽ പത്നി വഴി കാണിച്ചു കൊടുക്കണം. അപ്പൊ ഗാന്ധാരി ബുദ്ധിയാണ്, ബുദ്ധി വഴി കാണിച്ചു കൊടുക്കണം. പക്ഷെ ആ അമ്മ എന്ത് ചെയ്തു? താനും കണ്ണ് കെട്ടി, അല്ലേ? താനും കണ്ണ് കെട്ടി എന്തോ ഒരു വിപരീതമായിട്ടൊരു അറിവ്. ഭർത്താവിനെ അല്ലെങ്കിൽ വഴി കാണിച്ചു കൊടുക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു, മക്കളെ നല്ല വിധത്തിൽ വളർത്തുമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ ആ അമ്മയും കണ്ണ് കെട്ടി. എന്നുവെച്ചാൽ ബുദ്ധി ഇരുട്ട് നിറഞ്ഞു എന്നർത്ഥം. വഴി കാണിച്ചു കൊടുക്കേണ്ട ബുദ്ധിയും സഹായിക്കേണ്ട ബുദ്ധിയും സ്വയം കണ്ണുകെട്ടിയപ്പോ അത്തരത്തിൽ അജ്ഞാനം കൊണ്ട് ആവൃതമായ ജീവന് ജനിക്കുന്ന 100കണക്കിനുള്ള രാഗദ്വേഷ വാസനകൾ, ആശകളാണ് ഈ കൗരവന്മാര് മുഴുവൻ. കൗരവന്മാർ മുഴുവൻ അങ്ങനെ ജനിക്കണവരാ. ഗാന്ധാരി നല്ല ഒരു ഭാര്യയാകാൻ ശ്രമിച്ചു, ഭാര്യയായിട്ടിരുന്നു. പക്ഷെ അമ്മയായില്ല. അമ്മയ്ക്ക് എങ്ങനെ വേണോ അതുപോലെ ഇരിക്കാൻ പറ്റിയില്ല. അവർക്ക് ജനിച്ച കുട്ടികളൊക്കെ എങ്ങനെ ജനിച്ചു? വ്യാസഭഗവാൻ മന്ത്രോപദേശം ചെയ്തു കൊടുത്തു 100 മക്കളുണ്ടാവാനായിട്ട് മന്ത്രോപദേശം ചെയ്തു കൊടുത്ത് കുറേ നേരം ഗർഭം വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഗർഭം പൂർണ്ണമായി പ്രസവിക്കുന്നതിന് മുമ്പ് കുന്തി പ്രസവിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോ വിഷമിച്ച് വയറ്റത്തിടിച്ചിട്ട് മാംസപിണ്ഡം പുറത്തു വന്നു. നോക്കണം, ഈ 100 പേരും മാംസപിണ്ഡത്തിൽ നിന്നാണ് ജനിക്കുന്നത്. അതായത് ആഗ്രഹങ്ങൾ എവിടുന്നാ ഉണ്ടാവുക? ആശ എവിടുന്നാ ഉണ്ടാവുക? മാംസപിണ്ഡത്തിൽ നിന്ന്, വെറും ജഡത്തിൽ നിന്നും ഉണ്ടാവുന്നത് എന്നർത്ഥം. ജഡത്തിനെ സത്യമെന്ന് കരുതി, ജഡവസ്തുക്കൾ സത്യമെന്ന് കരുതി ഭ്രമിക്കുന്നതിൽ നിന്നും, നാമരൂപ പ്രപഞ്ചം സത്യമെന്ന് കരുതി ഭ്രമിക്കുന്നതിൽ നിന്നും ഉണ്ടാവുന്നതാണ് ഈ ആഗ്രഹം. അപ്പൊ ഈ ജഡമാംസപിണ്ഡം, ഒരു മാംസപിണ്ഡത്തിനെയാണ് ഗാന്ധാരി പ്രസവിച്ചത്. വ്യാസഭഗവാൻ എന്ത് ചെയ്തു? ആ മാംസപിണ്ഡത്തിനെ നുറുക്കി 100 കുടത്തിലിട്ടു. ഒരു കഷ്ണം മിച്ചമുണ്ട്, ഒരു പെൺകുട്ടിയും കൂടെ വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. ശരി, അതും ആയിക്കോട്ടെ. അതും മുറിച്ചിട്ടു. 101 സങ്കല്പിച്ചു. 100 എണ്ണവും ഒരു പെൺകുട്ടി, 101 എല്ലാം കൂടെ മാംസപിണ്ഡത്തിൽ നിന്ന് ജനിച്ചു.
ഇതൊക്കെ താത്വികമായിട്ടുള്ള വ്യാഖ്യാനം. ഇതിലൊന്നും കൊണ്ടുപോയിട്ട് കുറ്റവും കുറവും എന്താ അങ്ങനെ പറഞ്ഞത്, ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രരെ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല കേട്ടോ എന്നൊരാൾ പറഞ്ഞു എന്നോട്. ധൃതരാഷ്ട്രരെയൊന്നും നമ്മൾ കുറ്റം പറയണില്ല, നമ്മളിവിടെ ആത്മതത്വം പറയാനായിട്ട് ഇതൊരു വേദി ഒരുക്കണു, അത്രയേ ഉള്ളൂ. ആരെയും കുറ്റം പറയാനല്ല. മാംസപിണ്ഡത്തുനിന്നാണ് ജനിച്ചത് ഈ നൂറ്റവരും. മറ്റേ വശത്ത് നോക്കുക, കുന്തി നല്ലൊരു അമ്മയായിരുന്നു. മാദ്രി പോലെ തന്നെ സതി ചെയ്യാമായിരുന്നു. അന്നത്തെ കാലത്ത് അവർ വലിയൊരു ഭാഗ്യമായിട്ട് കരുതിയിരുന്നതാ. എന്നിട്ടും മാദ്രിയെ സതിക്ക് അനുവദിച്ച് മക്കളെ നോക്കാനായി മാതാവായിട്ട് നിന്നു. 5 പേരും ജനിച്ചതോ ദേവന്മാരിൽ നിന്നു, ദേവാംശങ്ങളാണ്. ഈ 5 ഇന്ദ്രിയങ്ങളും ദേവാംശങ്ങളാണ്. പാണ്ഡവർ 5 പേരും ദേവാംശങ്ങളാണ്. അപ്പൊ ഈ 5 പേർ, 5 പാണ്ഡവര് ദേവാംശജരായിട്ട് ജനിച്ചു. കൗരവര് ഇവിടെ മാംസത്തിൽ നിന്നാണ് ജനിക്കുന്നത്. ഇവര് തമ്മിലുള്ള യുദ്ധമാണ് കുരുക്ഷേത്ര ഭൂമിയിൽ. കുരുക്ഷേത്രം എന്ന് വെച്ചാൽ ഈ ശരീരമേ ക്ഷേത്രമാണ്, ഈ ദേഹമേ ക്ഷേത്രമാണ്. ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത്തെ. ഭഗവാൻ തന്നെ പറയുന്ന വാക്കാണ്. ഈ ശരീരം ക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന് വെച്ചാൽ അമ്പലം എന്നുള്ള അർത്ഥമല്ല. അമ്പലം എന്നും അർത്ഥം പറയാം, അമ്പലം എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഫീൽഡ്, പാടം എന്നാണ് അർത്ഥം. കഴിഞ്ഞ ജന്മത്തില് പാകിയ വിത്ത് കൊയ്യുന്ന പാടം, പാടമാണ് ഈ ശരീരം. ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത്തെ. അപ്പൊ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തില്, ശരീരമാകുന്ന ക്ഷേത്രം കുരുക്ഷേത്രം, കർമ്മക്ഷേത്രമാണ്. ആ കുരുക്ഷേത്രത്തില് പാണ്ഡവരും കൗരവരും ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും, ഇതൊക്കെ ഗീതയെ വെച്ചുകൊണ്ട് തന്നെ വ്യാഖ്യാനം ചെയ്യാം. ഗീതയിൽ തന്നെ ഭഗവാൻ പറയണതാണ് ദൈവീ സമ്പത്ത് ആസുരീ സമ്പത്ത്. ഇത് രണ്ടും നിറഞ്ഞു നിൽക്കണം. അതില് ഈ ശരീരമാവുന്ന കുരുക്ഷേത്ര ഭൂമി, കർമ്മരംഗത്തിലേക്ക് ജയിക്കാനായിട്ട് വന്നിരിക്കുന്ന രഥങ്ങൾ അനേകം നിറഞ്ഞു നിൽക്കണം. ഓരോ രഥങ്ങളും ശരീരമാണ്, ശരീരമാവുന്ന രഥം. ആ ശരീരമാവുന്ന രഥത്തിനെയും കൊണ്ട് അനേകം യോദ്ധാക്കൾ വന്ന് നിൽക്കണു, യുദ്ധം ചെയ്യാനായിട്ട് കാത്തുകൊണ്ട് നിൽക്കണം. ഓരോ ശരീരവും രഥമാണ്. ഈ ദേഹം ഒരു രഥം. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്യാത് മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയമനോയുക്തം ഭോക്തേത്യാഹുർമനീഷിണ. കഠോപനിഷത്തില് ശരീരത്തിനെ രഥമായി കൽപ്പിച്ചിരിക്കുന്നു. ഈ ശരീരം ഒരു രഥം, അതിൽ സഞ്ചരിക്കുന്ന ജീവൻ രഥി, 5 ഇന്ദ്രിയങ്ങളും 5 കുതിരകള്, അതിനെ കെട്ടിയിരിക്കുന്ന കയറു മനസ്സ്, പിടിച്ചിരിക്കുന്ന സാരഥി ബുദ്ധി, അതിൽ സഞ്ചരിക്കുന്ന രഥി ഉണ്ടല്ലോ ജീവൻ. ഈ രഥം സഞ്ചരിക്കണ മാർഗമോ വിഷയങ്ങള്. അതില് മുഖ്യമായിട്ടുള്ള ആളാരാ? സാരഥി. സാരഥി നന്നാണെങ്കിൽ രഥം ലക്ഷ്യത്തിലെത്തും, അല്ലേ? രഥി ഒന്ന് തളർന്നു പോയാൽ പോലും സാരഥി പിടിച്ചിരുത്തും. അതിന് ഉദാഹരണമാണ് അർജുനനും കൃഷ്ണനും. ഇത് വ്യാസഭഗവാൻ അദ്ഭുതമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അർജുനനും കൃഷ്ണനും, അർജുനൻ ഒന്ന് തളർന്നു പോയപ്പോ കൃഷ്ണ ഭഗവാൻ പിടിച്ചു ഉയർത്തി അർജുനനെ. എന്താന്ന് വെച്ചാൽ വിജ്ഞാനസാരഥി. ഉപനിഷത്തിന്റെ വാക്കൽ പറഞ്ഞാൽ വിജ്ഞാനസാരഥിയാണ് കൃഷ്ണൻ. എന്നാൽ മറ്റേ വശത്തൊരാളുണ്ട്, ഇതേപോലൊരു രഥത്തിൽ അർജുനന് തുല്യനായ ഒരു യോദ്ധാവ്. അർജുനനെ പോലെ അയാൾ തളർന്നൊന്നുമില്ല, ഞാൻ ജയിക്കും എന്ന് തന്നെ വിചാരിച്ചിരിക്കുന്ന ആളാണ് കർണൻ. അദ്ദേഹത്തിന്റെ ശാരദയുടെ പേരെന്താ? ശല്യര്. സദാ ശല്യം ചെയ്യണ ആള്. അദ്ദേഹം മുമ്പിൽ ഇരുന്നിട്ട് ഓരോ സ്റ്റെപ്പിലും ധൈര്യച്യുതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കർണനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാ അർജുനൻ വരുന്നു, തന്നെ കൊണ്ട് ഒന്നും കഴിയില്ല, താൻ ജയിക്കാൻ പോണില്ല, താൻ ഈ യുദ്ധത്തിൽ വധിക്കപ്പെടും, തന്നെ കൊണ്ട് ഒന്നും സാധ്യമല്ല. ഓരോ സ്റ്റെപ്പിലും ഈ സാരഥി രഥിയുടെ സകല ധൈര്യത്തിനെയും കടുവരുത്തിക്കൊണ്ടിരിക്കുക. നോക്കണം, രണ്ടുപേരും തുല്യ ബലമുള്ള യോദ്ധാക്കള്. സാരഥി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോ
ഒരാൾ തളർന്നപ്പോൾ പിടിച്ചുയർത്തി, ഒരാൾ ഉയർന്നപ്പോ പിടിച്ച് തളർത്തി. രഥം അവസാനം ചളിയിൽ പൂണ്ട് നിന്നു. അപ്പോഴും കൈകെട്ടിയിരുന്നു, ഞാനൊന്നും ചെയ്യില്ലാന്ന്. ജീവൻ ചളിയിൽ വീണാലും പിടിച്ചുയർത്താൻ ആ ബുദ്ധി സഹായമല്ല. ചളിയിൽ വീണ ജീവനെ ഉയർത്താൻ ആളില്ല. പക്ഷെ അവിടെ ആ വിജ്ഞാനസാരഥി എല്ലാ സമയത്തും സഹായിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം. വേണ്ട സമയത്തെ വർത്തമാനം പറയുള്ളൂ. അദ്ദേഹം ഒന്നും ചെയ്യണില്ല. അങ്ങനെയുള്ള സാരഥിയാണ് ആ വശത്ത്. ഈ വശത്തുള്ള സാരഥിയോ അജ്ഞാനസാരഥി. ഒന്ന് വിജ്ഞാനസാരഥിയും ഒന്ന് അജ്ഞാനസാരഥിയുമാണ്. വിജ്ഞാനസാരഥിർ യസ്തു മനഃപ്രഗ്രഹവാൻ നരഃ സോധ്വനഃ പാരമാപ്നോതി യദ് വിഷ്ണോഹോ പരമം പദം. ആരുടെ ബുദ്ധി നല്ലവണ്ണം ജ്ഞാനം കൊണ്ട് തെളിഞ്ഞിരിക്കുന്നുവോ അയാളുടെ ശരീരമാവുന്ന രഥം ചളിയിൽ പെട്ടുപോയാൽ പോലും, എന്നുവെച്ചാൽ അയാൾ സംസാരത്തിൽ വീണുപോയാൽ പോലും ഈ ജ്ഞാനമാവുന്ന സാരഥി പിടിച്ചുയർത്തും. പക്ഷേ ബുദ്ധി തെളിഞ്ഞിട്ടില്ലെങ്കിൽ, ബുദ്ധിയിൽ ഈ വിദ്യ ഇല്ലെങ്കിൽ, കർണനെ പോലെ എല്ലാ കഴിവും ഉണ്ടായിരുന്നിട്ടും സകല ശക്തികളും സംഭരിച്ചു വെച്ചിട്ടും സമയത്തിൽ ഓർമ്മ വരില്ല, വേണ്ട സമയത്ത് ചളിയിൽ വീഴും, ഒന്നും പ്രയോജനപ്പെടില്ല. ഇതാണ് രണ്ട് സാരഥികൾക്കുള്ള വ്യത്യാസം. അപ്പൊ ഈ കുരുക്ഷേത്ര ഭൂമിയില് എല്ലാവരും ജയിക്കാൻ വന്നിരിക്കണവരാണ്. എല്ലാവരും അവരവരുടെ ശംഖ് വിളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ അവിടെ ജയം പരാജയം ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ ശരീരമാവുന്ന രഥങ്ങൾ വന്ന് നിൽക്കണു. ഇവിടെയാണ് ഗീതയുടെ ആരംഭം. ഇവിടെയാണ് ധർമ്മക്ഷേത്രത്തിലാണ് ധൃതരാഷ്ട്രർ സഞ്ജയനെ വിളിച്ച് ചോദിക്കണത്, സഞ്ജയ അവിടെ എന്തു സംഭവിച്ചു? സഞ്ജയൻ ആരാ? ഇതൊക്കെ ഈ ജീവിത ആയോധനത്തിനെ കുറിച്ച് കണ്ണു കാണാത്ത ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്ന സഞ്ജയൻ ആരാണ് എന്നുവെച്ചാൽ, സമ്യക്കായിട്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ ജയിച്ച് യോഗദർശനം സാധിച്ചിട്ടുള്ള ആള്, സ്വരൂപദർശനം സാധിച്ചിട്ടുള്ള ആളാണ് സഞ്ജയൻ. ഇതൊക്കെ താത്വികമായിട്ടുള്ള വ്യാഖ്യാനം. ഇതൊന്നും മഹാഭാരതത്തിലെ കഥയിൽ പോയി നോക്കരുത്. അങ്ങനെയുള്ള സഞ്ജയൻ ഇപ്പൊ ഗുരുസ്ഥാനത്തിലിരുന്ന് അജ്ഞാനത്തിലിരിക്കുന്ന ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുക. ഗീത കേട്ടവർ 3 പേരാണ്. ഒന്ന് ധൃതരാഷ്ട്രര്, 2 അർജുനൻ, 3 ഹനുമാൻ. ഉത്തമശ്രോത, മധ്യമശ്രോത, അധമശ്രോത എന്ന് 3 ശ്രോതാക്കളാണ് ഗീതയ്ക്ക്. നമ്മൾ പ്രഭാഷണം ചെയ്യുമ്പോഴും ഈ 3 ശ്രോതാക്കളും ഉണ്ടാവും. ഉത്തമശ്രോത ആരാണെന്ന് വെച്ചാൽ ഹനുമാൻ. അദ്ദേഹം ചോദ്യം ഒന്നും ചോദിച്ചില്ല. അദ്ദേഹത്തിന് ഈ കാര്യമൊക്കെ മുമ്പേ അറിയാം. ഭഗവാൻ പറയുമ്പോൾ ആസ്വദിച്ചു, അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് ഒരു രസത്തിൽ ഇറങ്ങി വന്നു. ഭഗവാൻ എന്തോ അർജുനനോട് ചോദ്യം ചോദിക്കുന്ന മട്ടിൽ നിന്നപ്പോൾ ഇറങ്ങി വന്നു ഉത്തരം പറഞ്ഞു അത്രേ ഹനുമാൻ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഹനുമാനെ, 2 പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ ഇടയിൽ വന്നാൽ എന്താ അതിൻ്റെ ഫലം അറിയാവോ? ശാസ്ത്രം എന്താ പറയണത് അറിയാവോ? അറിയാം. എന്താന്ന് വെച്ചാൽ പിശാചായിട്ട് പോകും എന്നാണ്. ഹനുമാനോട് ഭഗവാൻ പറഞ്ഞു അത്രേ. അപ്പോ അങ്ങക്ക് ഇങ്ങനെ ഒരു ഗതി വേണോ? ഹനുമാൻ പറഞ്ഞു, ഭഗവാനെ ഒരു കുഴപ്പമില്ല, ഗീതാതത്വം അറിഞ്ഞിട്ടിപ്പോ പിശാചായാലും എന്താ ബ്രാഹ്മണനായാലും എന്താ ഒക്കെ ഒരുപോലെ. അതുകൊണ്ട് ഞാനിപ്പോ പിശാചായിട്ട് ജനിച്ചിട്ട് പൈശാച ഭാഷയിൽ ഭഗവത്ഗീതയ്ക്ക് ഒരു വ്യാഖ്യാനം എഴുതാൻ പോവാണെന്ന് പറഞ്ഞു അത്രേ. അറിഞ്ഞു. അപ്പൊ ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷ്യത്തിനൊക്കെ മുമ്പ് ആഞ്ജനേയസ്വാമി പൈശാചി ഭാഷയിൽ ഭഗവത്ഗീതയ്ക്ക് ഒരു ഭാഷ്യം എഴുതിയത്രേ. ആഞ്ജനേയ ഭാഷ്യം ഉണ്ടായിരുന്നു എന്നാണ്. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ആസ്വാദനം. ഭഗവാന്റെ അടുത്ത് നേരിട്ട് കേട്ട ആളല്ലേ, സംശയമൊന്നും ഇല്ലാതെ കേട്ടു, ഒറ്റ സംശയമില്ല. ഉത്തമശ്രോത. പക്ഷെ ഹനുമാനെ പോലെ കേൾക്കാൻ കഴിവുള്ളവർ വളരെ കുറവായിരിക്കും. കേൾക്കുമ്പോഴേക്കും അങ്ങനെ പിടിച്ചെടുത്ത് അനുഭൂതി, ശ്രവണമാത്രത്തിൽ അനുഭൂതി. രണ്ടാമത്തെ ആൾ അർജുനനാണ്. അർജുനൻ നമ്മളെ പോലെയുള്ള ആളാണ്. നമ്മളെ പോലെ എന്ന് വെച്ചാൽ ചിലരെ പോലെ. അർജുനൻ എങ്ങനെയാന്ന് വെച്ചാൽ ചിലതൊക്കെ മനസ്സിലാക്കും, ചിലതൊക്കെ ചോദിച്ച് മനസ്സിലാക്കും, സംശയം വരുമ്പോൾ ചോദിക്കും, എന്നിട്ട് തെളിച്ചെടുക്കും. ഋജുബുദ്ധിയുള്ള ആളാണ് അർജുനൻ. മൂന്നാമത്തെ ആൾ ധൃതരാഷ്ട്രരാണ്. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താലും കേട്ടാലും ഒന്നും മനസ്സിലാവില്ല, മനസ്സിലായാലും കൂട്ടാക്കില്ല. നല്ല ആളുകൾ. അദ്ദേഹത്തിന് ഈ പ്രഭാഷണം കേൾക്കുക എന്നുള്ളത് ചിലർക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ്. ആരുടെയൊക്കെ പ്രഭാഷണം ഉണ്ടോ എല്ലാം കേൾക്കും. അതുപോലെ ധൃതരാഷ്ട്രരും പല ആളുകളെയും വിളിച്ച് പറയിപ്പിക്കും. അദ്ദേഹത്തിനൊരു സുഖമാണിത്.
ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എത്ര ആളുകളെയാ വിളിച്ച് പറയിപ്പിച്ചിരിക്കണത് അറിയോ? സനത്സുജാതനെ വിളിച്ചു പറയിപ്പിച്ചു. അതുപോലെ വ്യാസഭഗവാൻ വന്നു പറഞ്ഞു, വ്യാസര് പറഞ്ഞു, തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, ധർമ്മമൊക്കെ പറഞ്ഞു കൊടുത്ത് ധൃതരാഷ്ട്രരോട് പറഞ്ഞു യുദ്ധം ചെയ്യണ്ട. അപ്പൊ ധൃതരാഷ്ട്രം എന്താ പറഞ്ഞറിയോ? വ്യാസരെ, അങ്ങ് എന്തൊക്കെ പറഞ്ഞു അതൊക്കെ എനിക്കും അറിയാമെന്നോ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. പക്ഷെ എന്ത് ചെയ്യാം? യോ ദുർവിമർശപതയാ നിജമായേതം. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലും ധൃതരാഷ്ട്രം ഇത് പറയുന്നുണ്ട്. ഏതൊരു ഭഗവാന്റെ മായ കൊണ്ട് ഇതൊക്കെ ചുറ്റണമോ തസ്മൈ ദുരവബോധ വിഹാര തന്ത്ര സംസാര ചക്രഗതയെ പരമേശ്വരായ. ആ ഭഗവാന്റെ മായ ഒന്നും മനസ്സിലാക്കാൻ പറ്റണില്ല. ദുരവബോധ വിഹാര തന്ത്ര സംസാര ചക്രഗതയെ, അറിയാൻ പറ്റാത്ത വിധത്തിൽ ചുറ്റുന്ന ആ സംസാര ചക്രത്തിനെ ഇട്ട് ചുഴറ്റുന്ന ആ പരമേശ്വരന് നമസ്കാരം. എന്റെ ബുദ്ധി ഇങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യും എന്നാ ചോദിക്കുന്നത്. ഈ 3 തരത്തിലുള്ള ശ്രോതാക്കളും ഗീതയ്ക്കുണ്ട്. പക്ഷെ ഇവിടെ ധൃതരാഷ്ട്രരാണ് ബേസിക്കായിട്ട് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്ന ആള് ധൃതരാഷ്ട്രരാണ്. സഞ്ജയനെ വിളിച്ച് ചോദിച്ചു, പറയൂ. അപ്പൊ ധൃതരാഷ്ട്രർക്ക് വേണം നമ്മൾ ആദ്യം ഒരു നമസ്കാരം ചെയ്യാം, അല്ലേ? അദ്ദേഹമാണ് ഗീത നമുക്ക് ഏർപ്പാടാക്കി തന്നത്. ഗീത നമുക്ക് പറയിപ്പിച്ചത് ധൃതരാഷ്ട്രർ. ചോദിച്ചപ്പോ സഞ്ജയൻ പറഞ്ഞു തുടങ്ങുന്നതാണ് ഭഗവത്ഗീത ഉപനിഷത്ത്. സഞ്ജയൻ പറഞ്ഞു തുടങ്ങുന്നതാണ് ഭഗവത്ഗീത ഉപനിഷത്ത്. ഗീത പറഞ്ഞത് കൃഷ്ണൻ, കേട്ട അർജുനന്റെ പേര് കൃഷ്ണൻ, എഴുതിയ വ്യാസന്റെ പേര് കൃഷ്ണൻ. അർജുനനും കൃഷ്ണൻ എന്നൊരു പേരുണ്ട്. ഗീത പറഞ്ഞത് കൃഷ്ണൻ, കേട്ട അർജുനന്റെയും പേര് കൃഷ്ണനാണ്. എന്താന്ന് വെച്ചാൽ ഇവരൊക്കെ കറുപ്പന്മാരാണ്, കറുത്തവരാണ്, എല്ലാവർക്കും ഒരേ വർണ്ണം. അർജുനനും കൃഷ്ണനാണ്, വ്യാസനും കൃഷ്ണദ്വൈപായനാണ്. 3 പേരും കൃഷ്ണന്മാരാണ്. 3 കൃഷ്ണന്മാരായിട്ട് ചേർന്ന് ഒപ്പിച്ച ഒരു അധ്യാത്മശാസ്ത്രം ഉപനിഷത്ത്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം. ഓരോ അധ്യായവും അങ്ങനെയാണല്ലോ. തിലകന്റെ വ്യാഖ്യാനത്തിൽ തിലകൻ ഗീതാസു ഉപനിഷത്സു എന്ന് പറയണത്തിന് അവിടെ ഉപനിഷത്ത് എന്നുള്ളത് എങ്ങനെ ചേർത്തു എന്നുള്ളതിന് കാരണം പറയുന്നുണ്ട്. ഗീത എന്ന് പറയുമ്പോൾ തന്നെ ഗീതം എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. ഭഗവാനാൽ പാടപ്പെട്ട ഗീതം, ഗോപികാ ഗീതം എന്നൊക്കെ ഭാഗവതത്തിൽ പറയണ പോലെ. പിന്നെ അങ്ങനെ പറയാതെ ഭഗവത്ഗീത എന്ന് പറഞ്ഞ ഭഗവാനാൽ പാടപ്പെട്ട എന്ന് നിർത്തിയിരിക്കണം. അങ്ങനെ നിർത്താൻ പാടുമോ? ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായില്ല, ഗീതം എന്ന് പറയേണ്ടിയിരുന്നു. ഭഗവത്ഗീതം എന്ന് പറഞ്ഞാൽ ഭഗവാനാൽ പാടപ്പെട്ട ഗീതം എന്നർത്ഥം എടുക്കും. ഇത് ഭഗവത്ഗീത എന്ന് നിർത്തിയിരിക്കുമ്പോൾ ഭഗവാനാൽ പാടപ്പെട്ട എന്ന് നിർത്തിയിരിക്കുക. അപ്പൊ അതിനു പുറകിൽ സ്ത്രീലിംഗത്തോടുകൂടി ഏതോ ഒരു പദം വരണം. അപ്പൊ ഗീതയുടെ മുഴുവൻ മർമ്മം എന്താ? ഉപനിഷത്ത് തന്നെയാണ്. അപ്പൊ ഉപനിഷത്ത് എന്നുള്ളത് സ്ത്രീലിംഗ പദം, ഭഗവാനാൽ പാടപ്പെട്ട ഉപനിഷത്ത് എന്ന്. അങ്ങനെയാണ് ഭഗവത്ഗീത ഉപനിഷത്ത്, ഭഗവത്ഗീതാസു ഉപനിഷത്സു. അങ്ങനെയുള്ള ഉപനിഷത്താണ് ഭഗവത്ഗീത. പക്ഷേ ഈ ഉപനിഷത്തിൽ ആർക്കും ഒരു വിലക്കില്ല. എല്ലാവരുടെയും ജീവിതത്തിനെ, ഇതിനെ സ്വീകരിച്ചാൽ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഉപനിഷത്താണ്. നമ്മൾ ആ ഉപനിഷത്തിലേക്കാണ് കടക്കാൻ പോണത്. ആരംഭത്തിൽ ഭഗവാൻ ഒന്ന് തണുപ്പിച്ചു അന്തരീക്ഷം മുഴുവൻ, ഒന്ന് ബഹളം കൂട്ടി. ജീവിതത്തിലും ഇങ്ങനെയാണ്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ ഇത്ര പ്രശ്നം വരണമെന്ന് വിചാരിക്കും. ആ പ്രശ്നം കഴിയുമ്പോൾ കാണാൻ നമ്മളുടെ ഉള്ളൊന്ന് തണുക്കും. ഓരോ പ്രശ്നം കഴിയുമ്പോഴും നമ്മളുടെ ഉള്ളൊന്ന് തണുക്കും. അതുപോലെ ഇപ്പോൾ ഒരു ബഹളം ഉണ്ടാക്കി ഭഗവാൻ ഒന്ന് തണുപ്പിച്ചു, അന്തരീക്ഷം മുഴുവൻ തണുത്തു. യുദ്ധം ഉണ്ടാവണത് ശാന്തിക്കാണ്, ഓടണത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മനസ്സ് ഇപ്പൊ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ നിശ്ചലമാവാൻ വേണ്ടിയിട്ടാണ്. അന്വേഷണമൊക്കെ സത്യത്തിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോ നാളെ മുതൽ ഉള്ള 8 ദിവസം കഴിയുന്നതും ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തില് കർമ്മണ്യേവാധികാരസ്ഥെ മുതലായ ശ്ലോകങ്ങൾ ഒരു പുതിയ ടോപ്പിക്കാണ്, സ്ഥിതപ്രജ്ഞ ലക്ഷണം. അപ്പൊ അതുവരെ ഉള്ള ഭാഗം നമ്മൾ നോക്കും. അതിനുശേഷമുള്ള ഭാഗം നമ്മൾ പിന്നെ
അത് വേറെയുള്ള ഭാഗം ഭഗവത്ഗീതയിൽ നമ്മൾ നോക്കും. ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗം ആണ് അല്ലേ. നമ്മളെല്ലാം ആരംഭിക്കുമ്പോൾ നല്ലതായിട്ട് ആരംഭിക്കണം. ലോകത്തിലെല്ലാം അങ്ങനെയാണ്. എന്ത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യം ഒരു ശുക്ലാം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജം തുടങ്ങിയ മംഗളമായി. പ്രഭാഷണം തുടങ്ങുമ്പോഴേ ദുഃഖം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ എങ്ങനെയുണ്ടാവും? ഇതിൻ്റെ ആരംഭത്തിലെ ദുഃഖം എന്ന് പറയണതെന്ന് തോന്നും. അതുപോലെ ആരെങ്കിലും ഒരു നല്ല ആളെ കൊണ്ട് ആദ്യം ആരംഭിക്കണം അല്ലേ. ഗീത ആരംഭിച്ചപ്പോൾ ശ്രീ ഭഗവാൻ വാച എന്ന് ആരംഭിച്ചൂടെ വ്യാസഭഗവാന്? പക്ഷെ ആരംഭിച്ചത് എങ്ങനെയാ? ധൃതരാഷ്ട്ര വാച എന്നാണ് ആരംഭിച്ചത്. എന്താ, അങ്ങനെയുള്ള ആളുകളാണ് മാക്സിമം ലോകത്തില്. ധൃതരാഷ്ട്ര വാച. എന്നാൽ ആദ്യത്തെ അധ്യായം നല്ല മംഗളയോഗം എന്നാരംഭിച്ചൂടെ? അർജുന വിഷാദയോഗം. അപ്പൊ ഭഗവാൻ വെറുതെ എല്ലാം മംഗളമാണ് നല്ലതാണെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ തയ്യാറല്ല. വി ഹാവ് ടു ഫേസ് ദ ഫാക്ട്. ജീവിതത്തിൽ ദുഃഖമുണ്ട്, വിഷാദമുണ്ട്. സുഖമൊക്കെ നമ്മളിപ്പോൾ കിട്ടുന്ന സുഖമൊക്കെ അല്പം മേലേഴെ കിട്ടുന്നു, അത്രയേ ഉള്ളൂ. ദുഃഖമുണ്ട്, സഫറിങ്, വിഷമം, ദുഃഖമുണ്ട്. ഇപ്പൊ ദുഃഖത്തിന് ഇല്ല എന്ന് പറഞ്ഞ് പൂച്ച കണ്ണുമൂടി പാല് കുടിക്കണ മാതിരി കുടിച്ചിട്ട് കാര്യമില്ല. ദുഃഖത്തിനെ നമുക്ക് കാണണം. വി ഹാവ് ടു ഫേസ് ഇറ്റ്. മുമ്പിൽ വെച്ച് കാണണം. എന്നിട്ട് ആ വിഷാദത്തിനെ പരിഹരിക്കാൻ എന്താ വഴിയെന്ന് ചോദിക്കണം. അതുകൊണ്ട് വ്യാസഭഗവാൻ ആദ്യത്തെ അധ്യായത്തിന് പേര് കൊടുത്തു അർജുന വിഷാദയോഗം. അപ്പൊ ആ അർജുന വിഷാദയോഗത്തോടെ ഭഗവത്ഗീത ആരംഭിക്കണു. അദ്ഭുതമായ ഗീതാശാസ്ത്രം ഇനി വരുന്ന 8 ദിവസവും നമുക്ക് അനുഭവത്തോടെ പറയാനും അനുഭൂതിയോടുകൂടെ കേൾക്കാനും. ഒരു ക്ലാസ് പോലെയൊന്നും പറയാൻ എനിക്കറിയില്ല. എവിടെയെങ്കിലുമൊക്കെ പറയും ഇങ്ങനെ. അത് അനുഭവത്തിൽ നിന്ന് വരണം. കേൾക്കണവർക്കും അത് അനുഭവത്തിലെത്തണം. അപ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് പൂർണ്ണമാവണത്. അല്ലാതെ അനലൈസ് ചെയ്തിട്ട് ഇൻ്റലക്ച്വലായിട്ട് ബൗദ്ധികമായിട്ട് ഒന്ന് നിന്നിട്ട് കാര്യമില്ല. അതിന് ഭഗവാന്റെ കൃപ തന്നെ വേണം. ആ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ കൃത്യം 6:30 മണിക്ക് തുടങ്ങാം. ഓം ഫാലാവനമ്രത്കിരീടം ഫാലനേത്രാച്ഛിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരാതികൂട്ടം ശുദ്ധവക്രേന്ദുചൂഡം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ അംഗേ വിരാജദ്ഭുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാംഗം ഓംകാരവാടീകുരംഗം സിദ്ധസംസേവിതാംഘ്രിം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ നിത്യം ചിദാനന്ദരൂപം മിന്നുതാശേഷലോകേശവൈരിപ്രതാപം കാർത്തസ്വരാഗേന്ദ്രചാപം കൃത്തിവാസം ഭജേ ദിവ്യസന്മാർഗബന്ധും ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ കന്ദർപ്പദർപ്പഘ്നമീശം കാലകണ്ഠം മഹേശം മഹാവ്യോമകേശം കുന്ദാഭദന്തം സുരേശം കോട്ടിസൂര്യപ്രകാശം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ മന്ദാരഭൂതേരുദാരം മന്ദരാഗേന്ദ്രസാരം മഹാഗൗര്യദൂരം സിന്ധൂരദൂരപ്രചാരം
സിന്ധുരാജാതിധീരം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. നാളെ രാവിലത്തെ പ്രഭാഷണം ഭഗവാൻ രമണ മഹർഷിയുടെ സദ്ദർശനം എന്നൊരു ഉപനിഷത്താണ്. അതീവ സരളമായിട്ട് ഡയറക്റ്റായിട്ടുള്ള മാർഗത്തിനെ ആത്മസാക്ഷാത്കാരത്തിനുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഞാനാര് എന്നുള്ള ആത്മവിചാരം, ആ ആത്മവിചാര മാർഗത്തിനെ വിസ്തരിച്ചു പറയുന്ന ഒരു 40 ശ്ലോകമുള്ള ഒരു ഗ്രന്ഥമാണ് സദ്ദർശനം. അത് സ്ഥലം കിണറ്റങ്കര സമൂഹമഠം അഭിനവ് വിദ്യാതീർത്ഥ മണ്ഡപത്തിൽ ഗംഗോത്രി കല്യാണം, ചിറ്റൂർ റോഡ് സൈഡിൽ അഭിനവ് വിദ്യാതീർത്ഥ ഹാളിൽ വെച്ച് നാളത്തെ രാവിലത്തെ പ്രഭാഷണം 7 മണി മുതൽ 8 മണി വരെ രമണ മഹർഷിയുടെ സദ്ദർശനം എന്ന കൃതിയാണ്. വളരെ അനുഭൂതിപൂർണമായിട്ടുള്ള ഒരു കൃതി. അത് നാളെ നമുക്ക് കാണാം. ഹര നമഃ പാർവതീപതയേ ഹര.